സുഹൃത്തെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മനോഹരമായ ഒരു പുസ്തകമാണ്. ലോകപ്രശസ്ത മൈൻഡ് ട്രെയിനറായ ജയ് ഷെട്ടി എഴുതിയ തിങ്ക് ലൈക്ക് എ മങ്ക്, സന്യാസിയെപ്പോലെ ചിന്തിക്കൂ. 11 അധ്യായങ്ങളുള്ള മനോഹരമായ ഒരു കുഞ്ഞു പുസ്തകം. എന്തിന് നിങ്ങൾ ഈ പുസ്തകം വായിക്കണം? ഇതിൻ്റെ പുറംചട്ടയിൽ ജയ് ഷെട്ടി ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: ട്രെയിൻ യുവർ മൈൻഡ് ഫോർ പീസ് ആൻഡ് പർപ്പസ് എവരി ഡേ. ദിവസവും ശാന്തിയിലേക്കും ലക്ഷ്യത്തിലേക്കും ഉണർത്താൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒരുപോലെ വായിക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായ ശൈലിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഈ പുസ്തകം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഒരു സന്യാസിയെപ്പോലെ ചിന്തിക്കൂ എന്ന പേരിലാണ് ഈ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. ഇത് പ്രമുഖ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ലഭ്യമാണ്. ആമസോണിലൂടെ സ്വന്തമാക്കാനും വായിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഈ അമൂല്യ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. ഈ പുസ്തകത്തിലെ 11 അധ്യായങ്ങളെയും ജയ് ഷെട്ടി 3 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർട്ട് 1 ലെറ്റ് ഗോ, പാർട്ട് 2 ഗ്രോ, പാർട്ട് 3 ഗിവ്. എങ്ങനെ നമുക്കൊരു മങ്ക് മൈൻഡ് സെറ്റ് ചെയ്യാം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലെറ്റ് ഗോയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പാർട്ടിൽ 4 അധ്യായങ്ങളാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 1 ഐഡൻറ്റിറ്റി, ചാപ്റ്റർ 2 നെഗറ്റിവിറ്റി, ചാപ്റ്റർ 3 ഫിയർ, ചാപ്റ്റർ 4 ഇൻറ്റൻഷൻ. ഇനി പാർട്ട് 2 ആയ ഗ്രോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലും 4 അധ്യായങ്ങളാണ് ഉള്ളത്. ചാപ്റ്റർ 5 പർപ്പസ്, ചാപ്റ്റർ 6 റൊട്ടീൻ, ചാപ്റ്റർ 7 ദ മൈൻഡ്, ചാപ്റ്റർ 8 ഈഗോ. ഈ പാർട്ട് 3 ആയ ഗീവിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 അധ്യായങ്ങളാണുള്ളത്. ചാപ്റ്റർ 9 ഗ്രാറ്റിറ്റ്യൂഡ്, ചാപ്റ്റർ 10 റിലേഷൻഷിപ്പ്, ചാപ്റ്റർ 11 സർവീസ്. ഇങ്ങനെ 11 അധ്യായങ്ങളും 3 പാർട്ടുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10 മൂല്യവത്തായ ആശയങ്ങളാണ്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെസൺ നമ്പർ 1, ട്രെയിൻ യുവർ മൈൻഡ് ഫോർ പീസ് ആൻഡ് പർപ്പസ് എവരി ഡേ. എല്ലാ ദിവസവും ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പൊടിയിൽ പൊതിഞ്ഞ ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങളുടെ കണ്ണാടി മറയ്ക്കുന്ന പൊടി പതിയെ പതിയെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലനം അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാണാൻ കഴിയുകയുള്ളൂ. പൊടി നീക്കം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങളെ കാണാൻ അനുവദിക്കുന്നു. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. 1, ഹൂ വി ആർ, നമ്മൾ ആരാണെന്നും. വാട്ട് വി വാണ്ട് ടു ബി, നിങ്ങൾ എന്തായിരിക്കണമെന്നും. ഹൂ വി സീക്ക്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്, തേടുന്നത് എന്നതിനെക്കുറിച്ചും. 4ാമതായിട്ട് വാട്ട് വി വാണ്ട് ടു വാല്യൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വിലമതിക്കുന്നത്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി ലെസൺ നമ്പർ 2, സ്റ്റോപ്പ് ലിവിങ് അക്കോർഡിംഗ് ടു OEOs. OEOസിന് അനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് നിങ്ങൾ നിർത്തുക. ഈ ഒരു പുസ്തകത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. എന്താണ് OEO? അതർ പീപ്പിൾസ് ഒപ്പീനിയൻ, എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അതായത് മറ്റ് ആളുകളുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ ഒബ്ലിഗേഷൻസിനും അനുസരിച്ച് നിങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നതിനെ പറയുന്ന പേരാണ്. ഓർക്കുക, മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങൾക്കായിട്ട് ജീവിക്കാൻ പഠിക്കുക. ലെസൺ നമ്പർ 3, ക്രിയേറ്റ് എഫക്റ്റീവ് മോർണിംഗ് ആൻഡ് ഈവനിങ് റുട്ടീൻ. അതായത് നിങ്ങളുടെ ഒരു ദിവസം ശരിയായ രീതിയിൽ സജ്ജീകരിക്കുന്നതിന്
നമ്മുടെ പ്രഭാത ദിനചര്യകൾ അല്ലെങ്കിൽ രാവിലെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനായി ജയ് ഷെട്ടി 3 കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്പർ 1, ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ഫോൺ. അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ മൊബൈലിൽ നോക്കരുത്. മൊബൈലിലെ മെസ്സേജുകളെല്ലാം ചെക്ക് ചെയ്ത് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും എടുത്ത് നിങ്ങളുടെ തലയിൽ വെക്കരുത്. സ്റ്റെപ്പ് നമ്പർ 2, പ്ലാൻ നെക്സ്റ്റ് ഡേ ദ നൈറ്റ് ബിഫോർ. നിങ്ങളുടെ അടുത്ത ദിവസം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക. അതിരാവിലെ എഴുന്നേറ്റ് ഇന്നെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി തലേ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏത് വസ്ത്രമാണ് എടുക്കേണ്ടത്, ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമതായിട്ട് ഇൻ്റഗ്രേറ്റ് ടൈം ഇൻ ടു ലൈഫ്. അതായത് നിങ്ങളുടെ ജീവിതവുമായിട്ട് സമയം അല്ലെങ്കിൽ ടൈം സമന്വയിപ്പിക്കുക. ഈ ടൈം എന്നത് ഉദ്ദേശിക്കുന്നത് ടി എന്ന് പറയുന്നത് താങ്ക്ഫുൾനെസ്, നന്ദിയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളോട് നന്ദിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. രണ്ടാമതായിട്ട് ഐ സൂചിപ്പിക്കുന്നത് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ഇത് ലഭിക്കാനായിട്ട് കുറച്ചു സമയം നിങ്ങൾ മാറ്റിവെക്കുക. ഇതിനായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം. മൂന്നാമതായിട്ട് എം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. ഇതിനായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക എന്നാണ് ജയ് ഷെട്ടി പറയുന്നത്. നിങ്ങൾ ഒരു ദിവസത്തിലെ ഒരു 4-5 മണിക്കൂറൊന്നും ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട, ഒരു 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. ഇനി ഇ എന്ന് സൂചിപ്പിക്കുന്നത് എക്സസൈസ്. ഒരു ദിവസം 20 മിനിറ്റെങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കുക. ടി എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾനെസ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ്. ഇനി ലെസൺ നമ്പർ 4, റിമൂവ് നെഗറ്റിവിറ്റി ആൻഡ് ഓവർകം ടോക്സിക് റിലേഷൻഷിപ്പ് ആൻഡ് ഹാബിറ്റ്സ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി ഓരോന്നോരോന്നായിട്ട് നീക്കം ചെയ്ത് എങ്ങനെ നിങ്ങളുടെ ചീത്ത ശീലങ്ങളും അല്ലെങ്കിൽ ചീത്ത ബന്ധങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നാണ് ജയ് ഷെട്ടി നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സല്ല, മറിച്ച് നമുക്ക് എന്താണ് പ്രധാനമെന്ന് തീരുമാനിക്കാനുള്ള ഒരു വാഹനമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ കാണുന്ന സിനിമകൾ, നിങ്ങൾ കാണുന്ന വീഡിയോസ്, നിങ്ങൾ കേൾക്കുന്ന സംഗീതം, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, TV, അമിതമായി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ലെസൺ നമ്പർ 5, ബ്രേക്ക് ഫ്രീ ഫ്രം ഓവർ തിങ്കിങ് ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് നിങ്ങൾ അമിതമായിട്ട് ചിന്തിക്കുന്നതിൽ നിന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നാളെയാകട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തനാവുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക. ലെസൺ നമ്പർ 6, ഹീലിംഗ് യുവർ ആങ്സൈറ്റി, ഫിയർ ആൻഡ് പെയിൻ ഫ്രം ദ പാസ്റ്റ്. നിങ്ങളുടെ ഉത്കണ്ഠ, ഭയം, വേദന ഇവയെല്ലാം പതിയെ നിങ്ങൾ സുഖപ്പെടുത്തുക. അതിനായി ജയ് ഷെട്ടി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ പരിമിതപ്പെടുത്തുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വിജയങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് 10, 20, 50 ആളുകളിൽ അല്ലെങ്കിൽ 50 മടങ്ങ് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. ലെസൺ നമ്പർ 7, അൺകവർ യുവർ ട്രൂ പാഷൻ ആൻഡ് പർപ്പസ്. നിങ്ങളുടെ യഥാർത്ഥ പാഷൻ എന്താണ്, ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ആ യുണീക്ക് കോളിംഗ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ലെസൺ നമ്പർ 8, ഡെവലപ്പ് ആൻഡ് ഇംപാക്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നിങ്ങൾ ഇന്ന് മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കണം. അത് നല്ലൊരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും. ലെസൺ നമ്പർ 9, ലീവ് ഈഗോ മൈൻഡ്. നിങ്ങൾ ഇന്ന് മുതൽ ആ ഈഗോ എന്നുള്ള ആ ഒരു അഹംഭാവം നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കുക. ഇത് ഒരു കണ്ണിലെ ഒരു പൊടി പോലെയാണ് അല്ലെങ്കിൽ കരട് പോലെയാണ്. ആ പൊടി മാറ്റാതെ ഒന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈഗോ മാറ്റുക, സന്തോഷത്തോടെ ജീവിക്കുക. ലെസൺ നമ്പർ 10, ബിൽഡ് എ സർവീസ് മൈൻഡ് സെറ്റ്. ഇന്നു മുതൽ നിങ്ങൾ ഒരു സർവീസ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ സഹായിക്കുക. സുഹൃത്തെ, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 10 ആശയങ്ങൾ മാത്രമാണ് പങ്കുവച്ചത്.
ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. സുഹൃത്തെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട 10 പുസ്തകങ്ങൾ എടുത്താൽ അതിലൊരു പുസ്തകം ഇതായിരിക്കും. എക്കാർട്ട് ടോളെ എഴുതിയ ദ പവർ ഓഫ് നൗ, ഈ നിമിഷത്തിൽ ജീവിക്കൂ. എ ഗൈഡ് ടു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്, ഉണർവിലേക്കൊരു വഴികാട്ടി. ലോകമെമ്പാടും 20 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണിത്. ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ സുവർണ താളുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതെഴുതിയ ഗ്രന്ഥകർത്താവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എക്കാർട്ട് ടോളെ. അദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണ്. ലോകപ്രശസ്തനായ ഒരു തത്വചിന്തകനാണ് ഇദ്ദേഹം. 29-ാമത്തെ വയസ്സിലാണ് ആത്മീയ പരിവർത്തനം ഉണ്ടായത്. ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റ് കൃതികൾ ഇതൊക്കെയാണ്: സ്റ്റിൽനെസ് സ്പീക്സ്, പ്രാക്ടീസിങ് ദ പവർ ഓഫ് നൗ. വൈ ഷുഡ് ഐ റീഡ് ദിസ് ബുക്ക്? എന്തിന് ഞാൻ ഈ പുസ്തകം വായിക്കണം? അതിനുള്ള ഉത്തരമറിയാൻ ഈ പുസ്തകത്തിലെ 10 അധ്യായങ്ങളിലെ പേരുകൾ മാത്രം ഒന്ന് കണ്ണോടിച്ചാൽ മതി. ചാപ്റ്റർ നമ്പർ 1, യു ആർ നോട്ട് യുവർ മൈൻഡ്, അതായത് നിങ്ങളെന്നാൽ നിങ്ങളുടെ മനസ്സല്ല. ചാപ്റ്റർ നമ്പർ 2, കോൺഷ്യസ്നെസ്, ദ വേ ഔട്ട് ഓഫ് പെയിൻ, അതായത് അവബോധം, വേദനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 1000 വഴികൾ. ചാപ്റ്റർ നമ്പർ 3, മൂവിങ് ഡീപ്ലി ഇൻ ടു ദ നൗ, അതായത് വർത്തമാന നിമിഷത്തിലേക്കുള്ള ആഴ്ന്നിറങ്ങൽ. ചാപ്റ്റർ നമ്പർ 4, മൈൻഡ് സ്ട്രാറ്റജീസ് ഫോർ അവോയ്ഡിങ് ദ നൗ, അതായത് വർത്തമാന നിമിഷത്തെ ഒഴിവാക്കാനുള്ള മനസ്സിൻ്റെ തന്ത്രങ്ങൾ. ചാപ്റ്റർ നമ്പർ 5, ദ സ്റ്റേറ്റ് ഓഫ് പ്രസൻസ്, സാന്നിധ്യത്തിൻ്റെ അവസ്ഥ. ചാപ്റ്റർ നമ്പർ 6, ദ ഇന്നർ ബോഡി, ആന്തരിക ശരീരം. ചാപ്റ്റർ നമ്പർ 7, പോർട്ടൽസ് ഇൻ ടു അൺമാനിഫെസ്റ്റഡ്, മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കാനുള്ള തടസ്സങ്ങൾ കണ്ടെത്തൽ. ചാപ്റ്റർ നമ്പർ 8, എൻലൈറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ്, പ്രബുദ്ധമായ ബന്ധങ്ങൾ. ചാപ്റ്റർ നമ്പർ 9, ബിയോണ്ട് ഹാപ്പിനെസ് ആൻഡ് അൺഹാപ്പിനെസ് ദർ ഈസ് എ പീസ്, സന്തുഷ്ടിക്കും അസന്തുഷ്ടിക്കും അപ്പുറമുള്ള ഒരു ശക്തിയുണ്ട്, അതെന്താണ്? അവസാനത്തെ അധ്യായമായ ചാപ്റ്റർ 10, ദ മീനിങ് ഓഫ് സറണ്ടർ, സമർപ്പണത്തിൻ്റെ അർത്ഥം. ഈ 10 അധ്യായങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10 മൂല്യവത്തായ ആശയങ്ങളാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ഈ 10 ആശയങ്ങളും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ലെസൺ നമ്പർ 1, ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ജസ്റ്റ് പ്രസൻറ്റ് മൊമെൻറ്റ്സ്. ജീവിതം എന്ന് പറയുന്നത് വർത്തമാന നിമിഷങ്ങളുടെ ഒരു സീരീസാണ്, ഒരു പരമ്പരയാണ്. ഭൂതകാലവും ഭാവിയും നമ്മുടെ മനസ്സിൻ്റെ നിർമ്മിതികൾ മാത്രമാണ്. ഒരിക്കൽ ഓഷോ പറഞ്ഞു, നൗ ഈസ് ദ ഓൺലി റിയാലിറ്റി, ഓൾ ദ എൽസ് ഈസ് ഐദർ മെമ്മറി ഓർ ഇമാജിനേഷൻ. ഈ നിമിഷം, ഈ മൊമെൻറ്റ്, അത് മാത്രമാണ് യാഥാർത്ഥ്യം. മറ്റെല്ലാം ഓർമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയോ മാത്രമാണ്. ഈ നിമിഷം അത് നിങ്ങളുടെ പക്കലുണ്ടെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഫോക്കസ് അതിലോട്ട് മാത്രമായിരിക്കണം. ലെസൺ നമ്പർ 2, ട്രൂ ഇന്നർ പീസ് ആൻഡ് ബ്ലിസ് ക്യാൻ ഓൺലി ബി ഫൗണ്ട് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, അതായത് യഥാർത്ഥ ആന്തരിക സമാധാനവും ആനന്ദവും ഈ നിമിഷത്തിൽ മാത്രമേ കണ്ടെത്താനാകൂ. നിങ്ങളിപ്പോൾ എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും വറീഡാകാറുണ്ട്.
നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഒരിക്കലും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷാദത്തിലാകും. അതായത് ഇപ്പോൾ കുട്ടിക്കാലത്തെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഒന്നുകൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും വീണ്ടും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് എക്കാർട്ട് ടോളെ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കൂ. ലെസൺ നമ്പർ 3. In every situation, there are only 3 main options for you to choose. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ 3 പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ നമ്പർ 1, റിമൂവ് യുവർ സെൽഫ് ഫ്രം ദ സിറ്റുവേഷൻ. ഈ അവസ്ഥയിൽ നിന്ന്, നിങ്ങളിപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സ്വയം മാറുക. ഓപ്ഷൻ നമ്പർ 2, ചേഞ്ച് ഇറ്റ്. അത് മാറ്റിയെടുക്കുക. ഓപ്ഷൻ നമ്പർ 3, അക്സെപ്റ്റ് ഇറ്റ് ടോട്ടലി. അതായത് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ 3 ഓപ്ഷനുകളിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ലെസൺ നമ്പർ 4, മോസ്റ്റ് പീപ്പിൾ ആർ റയർലി റിയലി പ്രസൻറ്റ്. ഈ ഒരു പോയിന്റിന് മികച്ച ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളാണ്. ഈ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുമ്പോൾ 100 കണക്കിന് 1000 ഫോട്ടോകൾ എന്തിനാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലൂടെ അവർക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ അവർക്ക് ചുറ്റും കാണിക്കാനും ആ നിമിഷം വീണ്ടും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും കഴിയും. എന്നാൽ വാസ്തവത്തിൽ ഈ വിനോദസഞ്ചാരികൾ ഒരിക്കലും ആ നിമിഷം അല്ലെങ്കിൽ ദ പവർ ഓഫ് നോവൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല. അവർ ക്യാമറ സ്ക്രീനിലൂടെ അവർ അതിൻ്റെ ഭാഗങ്ങൾക്ക് മാത്രമാണ് സാക്ഷ്യം വഹിച്ചത്. ലെസൺ നമ്പർ 5, തിങ്കിങ് ഡസ് നോട്ട് ഈക്വൽ കോൺഷ്യസ്നെസ്. ചിന്തയും ബോധവും പര്യായമല്ല. ചിന്തിക്കുന്നത് ബോധത്തിൻ്റെ ഒരു ചെറിയ വശം മാത്രമാണ്. ബോധമില്ലാതെ ചിന്ത ഒരിക്കലും നിലനിൽക്കില്ല. പക്ഷേ ബോധത്തിന് ചിന്ത ആവശ്യമില്ല. ലെസൺ നമ്പർ 6, സിറ്റുവേഷൻസ് ഡോണ്ട് കോസ് അൺഹാപ്പിനെസ്. അസന്തുഷ്ടിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരിക്കലും സാഹചര്യമല്ല, മറിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളെക്കുറിച്ച് എപ്പോഴും അറിഞ്ഞിരിക്കുക. എല്ലായ്പ്പോഴും നിഷ്പക്ഷത പുലർത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവയെ പതിയെ പതിയെ വേർതിരിക്കുക. ലെസൺ നമ്പർ 7, ഹാപ്പിനെസ് കംസ് ഫ്രം വിത്തിൻ. അതായത് സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. വേഗതയേറിയ കാറുകളുള്ള, വലിയ വലിയ വീടുകളുള്ള, നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന അവധിക്കാലം ചിലവഴിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ. എന്നാൽ ഇവർ വിഷാദ രോഗമുള്ളവരും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഇത്തരം സെലിബ്രിറ്റികളെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. പുറത്തു നിന്നുള്ള ആനന്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ സന്തോഷം സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ലെസൺ നമ്പർ 8, യു ക്യാൻ ഗോ ത്രൂ ലൈഫ് വിത്തൗട്ട് എവർ ലിവിങ് ഇറ്റ്. അതായത് നല്ലതിനു വേണ്ടി കാത്തിരിക്കുന്ന ശീലമാണ് നമുക്കെല്ലാവർക്കും പൊതുവായുള്ളത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പലതും ഒരു പക്ഷേ നാം പണ്ട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാകാം. പക്ഷേ നമുക്കവ ആസ്വദിക്കുകയോ വിലമതിക്കുകയോ ചെയ്യാതെ ഭാവിയിൽ ചെയ്തേക്കാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നടക്കാവുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇവയൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. ലെസൺ നമ്പർ 9, ഹൗ ടു ബി മോർ പ്രസൻറ്റ്. എങ്ങനെ നമുക്ക് കൂടുതൽ പ്രസൻ്റായിട്ട് ജീവിക്കാൻ കഴിയും? അതിന് 2 സ്റ്റെപ്പുകളാണുള്ളത്. ത്രൂ സെൽഫ് ഒബ്സർവേഷൻ, സ്വയം നിരീക്ഷണത്തിലൂടെ. സ്റ്റെപ്പ് നമ്പർ 2, സറണ്ടർ ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് നിങ്ങൾ കീഴടങ്ങുക. ലെസൺ നമ്പർ 10, ദ മൈൻഡ് ഈസ് ദ എനിമി. നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് കഴിയണം. എത്ര കൂടുതൽ നാം ധ്യാനിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിൽ ആന്തരികമായി നടക്കുന്ന അനാവശ്യമായ സംസാരങ്ങൾ പതിയെ പതിയെ കുറയുന്നു. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. അത് എളുപ്പമാക്കാൻ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞതായിട്ട് തോന്നിയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാ നിമിഷവും നിങ്ങളുടെ മനസ്സിനെ തിരിച്ച് ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പുതിയ അവസരമാണ് ഒരുക്കുന്നത്.
പ്രിയ സുഹൃത്തെ, എക്കാർട്ട് ടോളെ എഴുതിയ ദ പവർ ഓഫ് നൗ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. സുഹൃത്തെ, ചില ആളുകൾ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് മനസ്സിനൊരു സമാധാനവും ഇല്ല. ഓരോന്നും ഓർക്കുമ്പോൾ എപ്പോഴും ടെൻഷനാണ്, വേവലാതിയാണ്. എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സുഹൃത്തിനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മൂഡ് ഓഫ്, ടെൻഷൻ, സങ്കടം ഇവയെല്ലാം ഓർത്ത് നിങ്ങളുടെ ജീവിതം മടുത്തെന്ന് ഒരിക്കലും കരുതല്ലേ. എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളൊക്കെ ഇന്ന് ലോകത്തെ എല്ലാവർക്കും ഉള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ഇന്ന് വേണ്ടത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അത് നേടാനുള്ള മനഃശക്തി നമ്മൾ നേടിയെടുക്കണം. പലപ്പോഴും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ജോലിസ്ഥലത്തെ ആശങ്കകളൊക്കെ ചേർന്ന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ടെൻഷൻ ഒഴിയുന്നില്ല എന്നത് പരമമായ സത്യം തന്നെയാണ്. സുഹൃത്തെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന പല രോഗങ്ങളുടെയും കാരണം നിങ്ങളുടെ ഈ അനാവശ്യമായ ടെൻഷനുകളും മാനസിക സമ്മർദ്ദങ്ങളും സ്ട്രെസ്സുകളും വേവലാതികളൊക്കെയാണ്. ഇവയെല്ലാം ഒഴിവാക്കിയാൽ തന്നെ പല രോഗങ്ങളും നമ്മിൽ നിന്ന് പമ്പ കടക്കും. എങ്ങനെ നമുക്ക് സന്തോഷമായി ജീവിക്കാം? എങ്ങനെ ടെൻഷനടിച്ച് വറീഡായ ഈ അവസ്ഥയിൽ നിന്ന് മുക്തനായിട്ട് ശാന്തിയും സമാധാനവും സന്തോഷത്തോടും കൂടി എങ്ങനെ നമുക്ക് ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന, നിങ്ങളുടെ ചെറുതോ വലുതോ ആയ ഏതൊരു ടെൻഷനും സ്ട്രെസ്സും മാറ്റിയെടുക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 7 ഗോൾഡൻ റൂൾസ്. ഇതിനായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട മനോഹരമായ പുസ്തകമാണ് ഗെയിൽ കാർണിഗി എഴുതിയ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഈ അമൂല്യ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ ഏതൊരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റിയെടുക്കാനുള്ള 7 എളുപ്പ വഴികൾ, 7 ഗോൾഡൻ റൂൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. 7 ആശയങ്ങളും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റൂൾ നമ്പർ 1, ഫിൽ യുവർ മൈൻഡ് വിത്ത് റൈറ്റ് തോട്ട്സ്. സംഭവിച്ചത് സംഭവിച്ചു. ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു എന്ന് കരുതി അതൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക. ശരിയായ ചിന്തകളാൽ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് വാട്ട് എവർ യു ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ യുവർ ലൈഫ്. അതായത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്തിലാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നിങ്ങൾ ഇന്നു മുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങളെപ്പോഴും കടത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതുകളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. റൂൾ നമ്പർ 2, നെവർ തിങ്ക് അബൌട്ട് എ പേഴ്സൺ ഓർ സിറ്റുവേഷൻ യു ഡോണ്ട് ലൈക്ക് ഈവൻ ഫോർ എ സിംഗിൾ സെക്കൻഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരുപാട് വ്യക്തികളുണ്ടാകും. നിങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നവർ വരെ ഉണ്ടാകും. അവരെക്കുറിച്ച് ആലോചിച്ച് എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വറീഡാകുന്നത്? അത്തരം വ്യക്തികളെയും സാഹചര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. ഇന്ന് മുതൽ അത്തരം വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. മറ്റുള്ള സുഹൃത്തുക്കളോട് മനഃപൂർവ്വം ആ ഒരു സിറ്റുവേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാതിരിക്കുക. അത്തരം സാഹചര്യങ്ങൾ മനഃപൂർവ്വം തന്നെ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി റൂൾ നമ്പർ 3, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം അതേഴ്സ്.
മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ടാകും. പലപ്പോഴും അവരിൽ നിന്ന് തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തിരിച്ച് കിട്ടി എന്ന് വരില്ല. അത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കും, മുറിപ്പെടുത്തും. പല ആത്മാർത്ഥ ബന്ധങ്ങളും പിരിയാനുള്ള തുടക്കം ഇതിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരിൽ നിന്ന് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പുഞ്ചിരിയും ഹൃദയത്തിൽ നിന്നുള്ളതാകട്ടെ. ഇനി റൂൾ നമ്പർ 4, കൗണ്ട് യുവർ ബ്ലെസ്സിങ് നോട്ട് യുവർ ട്രബിൾസ്. ഒരു വിഷമം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറ്? നിങ്ങളുടെ ഇല്ലായ്മയെക്കുറിച്ചോർത്ത് ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ആരും ഓർക്കാറില്ല. ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് ശാന്തമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. നിങ്ങളുടെ ഇപ്പോഴുള്ള ആരോഗ്യം, സമ്പത്ത്, സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, കുട്ടികൾ, ഇവർക്കൊക്കെ നിങ്ങൾ മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഇതുപോലുമില്ലാത്ത എത്ര പേര് ഇന്ന് ലോകത്തുണ്ട്. നിങ്ങൾ ഭാഗ്യവാനാണ്. എപ്പോഴും ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ്. റൂൾ നമ്പർ 5, ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ്, ബി യുവർ സെൽഫ്. ഈ ലോകത്ത് ഓരോ ആളുകൾക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, കഴിവുകളുണ്ട്, സ്കില്ലുകളുണ്ട്. നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഒരിക്കലും മറ്റുള്ളവരെ നിങ്ങൾ അനുകരിക്കരുത്. എൻ്റെ സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരനെ പോലെ എന്തുകൊണ്ട് എനിക്ക് ആകാൻ പറ്റുന്നില്ല, അവൻ്റെ സമ്പത്ത് എനിക്ക് എന്തുകൊണ്ട് ദൈവം തന്നില്ല, ഇങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഞാൻ ആരാണ്, എൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നിങ്ങൾ ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കുമ്പോൾ നിരാശയായിരിക്കും ഫലം. റൂൾ നമ്പർ 6, മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എവറി സിറ്റുവേഷൻ. നിങ്ങളുടെ സന്തോഷമുള്ള ജീവിതത്തിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. ഇന്നു മുതൽ പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് ഒരു പരിധിവരെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മറക്കാൻ നിങ്ങളെ സഹായിക്കും. ഒഴിവു സമയം വെറുതെ ഇരിക്കാതെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബികൾക്കായിട്ട് നീക്കിവെക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ ആത്മാർത്ഥമായിട്ട് പൊറുക്കാൻ പഠിക്കുക. നിസ്സാരമായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ അവരോടുള്ള ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. ഇത് നമ്മുടെ മാനസിക നിലയെ തന്നെയാണ് പരോക്ഷമായിട്ട് ബാധിക്കുന്നത്. റൂൾ നമ്പർ 7, ഫോർഗെറ്റ് യുവർ അൺഹാപ്പിനെസ് ബൈ ക്രിയേറ്റിംഗ് ഹാപ്പിനെസ് ഫോർ അതേഴ്സ്. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ നല്ല ഓർമ്മകളെ താലോലിക്കാം. ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുന്നതിലൂടെ മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇതിലൂടെ ലഭിക്കുന്ന ഊർജം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഓരോ ദിവസവും ശക്തമായിട്ട് മുന്നേറാൻ നിങ്ങളെ സഹായിക്കും. സുഹൃത്തെ, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ടെൻഷൻ അഥവാ സമ്മർദ്ദം എന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. അപകടകരമായ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണത്. തലച്ചോറിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ചില സന്ദർഭങ്ങളിൽ അത്തരം പ്രതികരണം നല്ലതാണ്, കാരണം അത് നിങ്ങളെ പെട്ടെന്ന് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ പ്രാപ്തരാക്കുന്നു. ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും നല്ല പ്രകടനം കാഴ്ചവെക്കാനൊക്കെ ഒരളവ് വരെ അത് നിങ്ങളെ സഹായിക്കും. ഉദാഹരണത്തിന്, പരീക്ഷയിലും ജോലിക്കുള്ള അഭിമുഖത്തിലും മറ്റും നല്ല പ്രകടനം കാഴ്ചവെക്കാനോ ഏതെങ്കിലും കളികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അത് നമുക്കൊരു മുതൽക്കൂട്ടായേക്കാം. എന്നാൽ ഈ ടെൻഷൻ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കടുത്ത ടെൻഷൻ നിങ്ങളെ ശരീരത്തിന് വലിയ ദോഷം ചെയ്യും. കൂടെ തുടർച്ചയായിട്ട് നിങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ശാരീരികവും വൈകാരികവും മാനസികവുമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ പെരുമാറ്റത്തിലും മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയൊക്കെ മാറ്റം വന്നേക്കാം. നീണ്ടു നിൽക്കുന്ന ടെൻഷൻ മറക്കാൻ പലരും അമിതമായിട്ട് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ചിലർ പുകവലിക്കും, മയക്കുമരുന്നിനോ മറ്റു ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെടും. ചിലർക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നും. മറ്റു ചിലർക്ക് വിഷാദ രോഗത്തിലേക്കോ ആത്മഹത്യയിലേക്കോ ഒക്കെ നയിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ടെൻഷൻ വരുന്ന സമയത്ത് ഈ 7 ഗോൾഡൻ റൂൾസുകൾ ഓർക്കുക. റൂൾ നമ്പർ 1, fill your mind with the right thoughts. Rule number 2, never think about a person or situation you don't like even for a single second. Rule number 3, don't expect anything from others. Rule number 4, count your blessing, not your troubles. Rule number 5, don't imitate others, be yourself.
Rule number 6, make the best out of every situation. Rule number 7, forget your unhappiness by creating happiness for others. പ്രിയ സുഹൃത്തെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഗെയിൽ കാർണിഗി എഴുതിയിട്ടുള്ള ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഇത് എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഈ പുസ്തകം ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. സുഹൃത്തെ, നമ്മൾ ജീവിതത്തിൽ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, ഞാനിപ്പോൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ എടുത്ത തീരുമാനം ശരിയാണോ അതോ തെറ്റാണോ? അതിനുള്ള ഉത്തരമാണ് ജോർദാൻ ബി പീറ്റർസൺ എഴുതിയ 12 റൂൾസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ 12 നിയമങ്ങൾ. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിച്ച പുസ്തകമാണിത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ജീവിതത്തിനും നിയമങ്ങളൊക്കെ ഉണ്ടോ? ഹൃദയത്തിൽ കൈവച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുക, നമ്മളിൽ എത്ര പേര് നമ്മുടെ ജീവിതത്തിൻ്റെ 12 നിയമാവലികൾ ഫോളോ ചെയ്യാറുണ്ട്? നല്ല ചില പുസ്തകങ്ങൾ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം, ചിലപ്പോൾ സമൂഹത്തെയും. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ജീവിതത്തിൻ്റെ 12 നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. റൂൾ നമ്പർ 1, സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ് ബാക്ക്. നിങ്ങളുടെ ശരീരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും പുറം ലോകത്തിന് ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അതാണ് ബോഡി ലാംഗ്വേജ് അഥവാ ശരീരത്തിൻ്റെ ഭാഷ. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ശരീരം സ്ട്രൈറ്റാക്കി, നേരെയാക്കി, ഷോൾഡർ നിവർത്തി ബാക്കിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു വിജയെ പോലെ തോന്നുകയും കോൺഫിഡൻറ്റോട് കൂടി എന്തു നേരിടാൻ നിങ്ങളെ തയ്യാറാക്കും. സ്ട്രൈറ്റായി നിൽക്കാതെ ഇങ്ങനെ ഡള്ളായി നിന്ന് കഴിഞ്ഞാൽ ലോകം നിങ്ങളെ ഒരു ലൂസറാക്കി കണക്കാക്കുന്നു. നെഞ്ച് തോൾ വിരിച്ച് സ്ട്രൈറ്റാക്കി നിൽക്കുമ്പോൾ നീ എന്താ മസിൽ പിടിച്ച് നടക്കുന്നത് എന്ന് കളിയാക്കാൻ ഒരുപാട് പേരുണ്ടാകും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഇനി റൂൾ നമ്പർ 2, ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് യു ട്രീറ്റ് അതേഴ്സ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ആരെയാകും നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടാവുക? നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ? എന്തൊക്കെയായാലും നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പനി വന്നാൽ പോലും നമുക്ക് വലിയ ടെൻഷനാണ്. അവർ മരുന്ന് കറക്റ്റ് സമയത്ത് കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ പനി കുറവുണ്ടോ എന്ന് നമ്മൾ നിരന്തരം കെയർ ചെയ്യുന്നു, നമ്മൾ ഉറപ്പുവരുത്തുന്നു. എന്നാൽ നമുക്കാണ് ഈ അസുഖം വരുന്നതെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പ്രോബ്ലം അലട്ടിയാൽ പോലും നമ്മൾ അതൊന്നും വലിയ കെയർ ചെയ്യാറില്ല. അതൊന്നും സാരമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നെവർ മൈൻഡ് ആക്കുന്നു. എന്നാൽ ഓഥർ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ മികച്ച വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് യു ട്രീറ്റ് അതേഴ്സ്. ഇനി റൂൾ നമ്പർ 3, മേക്ക് ഫ്രണ്ട്സ് വിത്ത് പീപ്പിൾ ഹൂ വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ യു. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഐ വിൽ ഷോ യു യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ സുഹൃത്തുക്കളെ എനിക്ക് കാണിച്ചു തരൂ, നിങ്ങളുടെ ഭാവി ഞാൻ പ്രവചിച്ചു തരാം. ഷോ മീ ദ 5 പീപ്പിൾ ഹൂ ആർ ക്ലോസർ ടു യു ആൻഡ് ഐ വിൽ ഷോ യു ഹൂ യു വിൽ ബി ഇൻ 5 years. നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളെ എനിക്ക് കാണിക്കൂ. 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആരാകും എന്ന് ഞാൻ പറഞ്ഞു തരാം.
നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 ആളുകളിലുള്ള ശരാശരിയാണ് നിങ്ങൾ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് അടുത്ത 5 വർഷം കടന്നു പോകാൻ പോകുന്നു. നിങ്ങൾ എന്താകും? അത് നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം അത് നിങ്ങളുടെ ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കും. ഓഥർ പറയുന്നു, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ അടുത്തറിയുക. അവർ നമ്മൾ ആഗ്രഹിക്കുന്ന ഫീൽഡിൽ നിങ്ങളെ മ്യൂച്വലായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി 2 പേർക്കും വളരാൻ കഴിയും. അതുകൊണ്ട് ഒരുമിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടെ വളരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് കൂടെ നിർത്തുക. ഇനി റൂൾ നമ്പർ 4, കമ്പയർ യുവർ സെൽഫ് ഫ്രം ദ പേഴ്സൺ ഹൂ യു വർ യെസ്റ്റർഡേ, നോട്ട് വിത്ത് സംവൺ എൽസ്. അതായത് നിങ്ങളുടെ സ്വന്തം ജീവിതം ചുറ്റുമുള്ള മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്, താരതമ്യം ചെയ്യാതിരിക്കുക. സന്തോഷത്തോടെ ജീവിക്കാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണിത്. മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ സ്വന്തം ജീവിതം താരതമ്യം ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ ഉള്ള സന്തോഷം പോവുകയുള്ളൂ. അയൽക്കാരൻ്റെ ജീവിതസ്ഥിതി അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം, ശരീരം, അവരുടെ ജീവിത പങ്കാളി എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക, അത് പഠിക്കാൻ തയ്യാറാകുക. റൂൾ നമ്പർ 5, ഡോണ്ട് ലെറ്റ് യുവർ ചിൽഡ്രൻ ഡു എനിത്തിങ് ദാറ്റ് മേക്സ് യു ഡിസ്ലൈക്ക് ദം. അതായത് നിങ്ങളുടെ ലൈഫും മറ്റുള്ളവരുടെ ലൈഫും സ്മൂത്തായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരു ബെറ്റർ പേഴ്സണാക്കി വളർത്തിയാൽ നമുക്കും ഒരു നല്ല സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ജീവിതത്തിൽ കുറച്ച് റൂൾസുകളൊക്കെ ഉണ്ട്, അത് എല്ലാവരും ഫോളോ ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും പനിഷ്മെൻറ്റ് ലഭിക്കും. ഇങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ബെറ്റർ സിറ്റിസണാക്കി മാറ്റാൻ അവരെ നമ്മെ സഹായിക്കും. ഇനി റൂൾ നമ്പർ 6, സെറ്റ് യുവർ ഹൗസ് ഇൻ പെർഫെക്റ്റ് ഓർഡർ ബിഫോർ യു ക്രിറ്റിസൈസ് ദ വേൾഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. ലോകത്തെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട് കൃത്യമായിട്ട് സജ്ജീകരിക്കുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും പല ആളുകളും മുൻപന്തിയിലുണ്ടാകും. അവൻ അങ്ങനെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ അവൾ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത്, ലോകത്ത് നടക്കുന്ന എല്ലാത്തിലും അവർ കുറ്റം കണ്ടെത്തും. ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ 100% പെർഫെക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. ഇനി റൂൾ നമ്പർ 7, പെർസ്യൂ വാട്ട് ഈസ് മീനിങ് ഫുൾ, നോട്ട് വാട്ട് ഈസ് ഈസി. അതായത് നിങ്ങൾ എപ്പോഴും ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യത്തോട് അല്ലെങ്കിൽ ഏത് കാര്യമാണോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതിനോട് വലിയ താല്പര്യമായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങൾക്ക് പിന്നാലെ പോയി പെട്ടെന്ന് തന്നെ എല്ലാം വേണമെന്ന് ആഗ്രഹിച്ച് ലോങ് ടേം പ്രോസസ്സിൽ വിശ്വസിക്കാതെ ഷോർട്ട് ടേം പ്രഷറിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ മീനിങ് ആൻഡ് പർപ്പസ് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അധികം ഉത്കണ്ഠ വേണ്ട. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, പക്ഷേ അത് കിട്ടുന്നില്ല. പിന്നെ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് സമയം കളയാതിരിക്കുക. അതിനേക്കാൾ മികച്ചത് നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുക. ഇനി റൂൾ നമ്പർ 8, ടെൽ ദ ട്രൂത്ത് ഓർ അറ്റ്ലീസ്റ്റ് ഡോണ്ട് ലൈ. പലപ്പോഴും നല്ല സൗഹൃദങ്ങളും നല്ല ദാമ്പത്യ ബന്ധങ്ങളും തകരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പരസ്പരമുള്ള സംശയവും വിശ്വാസക്കുറവുമാണ്. ഇതിൻ്റെ ഉറവിടം തേടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു കളവിൽ നിന്നായിരിക്കും എല്ലാം തുടക്കമിട്ടത്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സത്യം പറയുക അല്ലെങ്കിൽ നുണ പറയരുത് എന്ന് ഓഥർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ റൂൾ നമ്പർ 9, അസ്യൂം ദാറ്റ് ദ പേഴ്സൺ യു ആർ ലിസണിങ് ടു മൈറ്റ് നോ സംതിങ് യു ഡോണ്ട്. അതായത് ചില ആളുകളുണ്ട്, എപ്പോഴൊക്കെ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും തനിക്ക് ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയാം, മറ്റുള്ള ആളുകളൊക്കെ വിഡ്ഢികളാണ് എന്ന് കരുതുന്നു. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. അങ്ങനെയുള്ള ആളുകൾ ഇനി മുതലെങ്കിലും മറ്റുള്ളവർ പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയുക.
അവർ പറയുന്നത് കേൾക്കുന്നതിന് മുന്നേ തന്നെ നീ മണ്ടത്തരമേ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരിക്കലും തള്ളിക്കളയരുത്. ഓർക്കുക, ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണിക്കരുത്. നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തന്നിരുന്നു. ഇനി റൂൾ നമ്പർ 10, ബി പ്രിസൈസ് ഇൻ യുവർ സ്പീച്ച്. അതായത് നിങ്ങൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും തെളിവോടുകൂടി അല്ലെങ്കിൽ വ്യക്തതയോടുകൂടി സംസാരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, 4 ആളുകളുടെ മുന്നിൽ ഒരു ആർഗ്യുമെൻറ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ പറയേണ്ട കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തത വരുത്തണം. സ്ട്രക്ചേർഡ് വേ ആയുള്ള അല്ലെങ്കിൽ പ്രൂഫോട് കൂടി പറഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മൾ പറയുന്നത് മുഖവിലക്കെടുക്കുകയുള്ളൂ. ഈ റൂൾ നമ്പർ 11, ഡോണ്ട് ബോദർ ചിൽഡ്രൻ വെൻ ദേ ആർ സ്കേറ്റ് ബോർഡിങ്. അതായത് നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോൾ പല പേരൻസും അവരെ അവരുടെ ആശയങ്ങൾ മുളയിലെ നുള്ളിക്കളയാറുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ നിനക്ക് ചേർന്ന പണിയല്ല, നിന്നെക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, ജീവിതത്തിൽ റിസ്ക് എടുക്കരുത് എന്ന് പല പേരൻസും പഠിപ്പിക്കാറുണ്ട്. ഇന്നു മുതൽ കുട്ടികളെ റിസ്ക് എടുക്കാൻ പഠിപ്പിക്കുക. റിസ്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അവർ പഠിക്കട്ടെ. ഇനി റൂൾ നമ്പർ 12, പെറ്റ് എ കാറ്റ് വെൻ യു എൻകൗണ്ടർ വൺ ഓൺ ദ സ്ട്രീറ്റ്. അതായത് നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾ മറച്ചു വെക്കാതിരിക്കുക. ഒരു മനുഷ്യന് എപ്പോഴും സന്തോഷമായിക്കൊള്ളണമെന്നില്ല. ദേഷ്യം, സങ്കടം, ദുഃഖം, എല്ലാ വികാരങ്ങളും എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകും. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ അതൊന്നും മറച്ചു വെക്കാതിരിക്കുക. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുക. സുഹൃത്തെ, നിങ്ങൾ ഏതൊരു ഫീൽഡിൽ ജോലി ചെയ്യുകയാണെങ്കിലും ആ ഫീൽഡിൽ സക്സസ്ഫുള്ളായിട്ട് മാറണമെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ, രണ്ടാമതായിട്ട് നിങ്ങളുടെ സോഷ്യൽ സ്കിൽ. നിങ്ങളുടെ 20% ടെക്നിക്കൽ സ്കില്ല് നിങ്ങളെ ഒരു പരിധി വരെ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആക്കുന്നത് നിങ്ങളുടെ 80% സോഷ്യൽ സ്കിൽസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ 10 വഴികളുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട മനോഹരമായ ഒരു പുസ്തകമാണ് ഡെയിൽ കാർനെഗി എഴുതിയ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ലോകമെമ്പാടും കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകം. ഇത് മലയാളത്തിലും ലഭ്യമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിലൂടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ 10 വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റൂൾ നമ്പർ 1, ഡോണ്ട് ക്രിട്ടിസൈസ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. സുഹൃത്തെ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഓപ്പണായിട്ട് ആരെയും ക്രിട്ടിസൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തോ ജീവിത പങ്കാളിയോ ആണെങ്കിൽ പോലും അവരെ വല്ലാണ്ട് വേദനിപ്പിക്കും. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഉപദ്രവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. മുഖത്ത് നോക്കി നീ ചെയ്തത് ശരിയല്ല, നിനക്ക് എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ, നിനക്കതിനുള്ള കഴിവില്ല, അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ആരും അവരുടെ ബിഹേവിയർ മാറ്റിയതായിട്ടുള്ള ഒരു ചരിത്രവും ഇല്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇമോഷണൽ ക്രീച്ചേഴ്സാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് ദേഷ്യം വന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം എത്ര കറക്റ്റായ വിഷയമാണെങ്കിൽ പോലും അവരത് കേൾക്കില്ല. നമ്മൾ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ അവർ നന്നാവാനൊന്നും പോകുന്നില്ല. അവർ അവരുടെ തെറ്റിനെ എന്ത് വില കൊടുത്തും ന്യായീകരിക്കും. അവരുടെ ഈഗോ ആണ് അവിടെ ഹർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളെ മോശക്കാരനാക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ വിമർശിക്കാൻ വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട.
വിമർശിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിൽ ഒരാളായി കണ്ട് സെൽഫ് കൺട്രോളും ക്യാരക്ടേഴ്സും നമുക്ക് വേണം. എപ്പോഴും വിമർശിക്കുന്ന മാനേജറുടെ കൂടെയുള്ള ജോലിക്കാരെക്കാളും എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന മാനേജറുടെ കൂടെയുള്ള ജോലിക്കാരാണ് യഥാർത്ഥ റിസൾട്ട് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. റൂൾ നമ്പർ 2, ആൾവേസ് കീപ് യുവർ സ്മൈൽ. പുഞ്ചിരി നമുക്ക് ദൈവം തന്ന ഒരു അമൂല്യമായ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞ് നമ്മളെ നോക്കി ചിരിച്ചാൽ എത്ര മനോവിഷമമുള്ള ആളാണെങ്കിൽ പോലും തിരിച്ച് ഒരു നിമിഷം അങ്ങോട്ട് നോക്കി നമ്മൾ ചിരിക്കും, ഇല്ലേ? എപ്പോഴും പുഞ്ചിരി തൂകുന്ന ആളുകളുമായിട്ട് സംസാരിക്കാൻ ആരും താല്പര്യപ്പെടും. ജീവിതത്തിൽ ചിരിക്കാൻ മറന്നുപോയവരൊക്കെ ഉണ്ടാകും. ചിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുക. സന്തോഷവാനാണെന്ന് നിങ്ങൾ സ്വയം കരുതുക. കാലം കൂടുന്തോറും ചിരിക്കുന്നത് കൊണ്ട് സന്തോഷവാനാകാൻ കഴിയും. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. റൂൾ നമ്പർ 3, ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ക്വിക്ക്ലി. സുഹൃത്തെ, നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയാൽ ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, ക്ഷമ ചോദിക്കുക. ഈ ലോകത്ത് എല്ലാവരും തെറ്റ് ചെയ്യും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത തെറ്റിനുണ്ടായ കാരണം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ അന്ന് തന്നെ ഒരു ഫേവർ ചെയ്തു കൊടുക്കുക. എത്രയും പെട്ടെന്ന് ആ തെറ്റ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇന്നു മുതൽ തയ്യാറാകണം. ക്ഷമ ചോദിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. നിങ്ങൾ സിൻസിയർ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. റൂൾ നമ്പർ 4, ജെനുവിൻലി അപ്രിഷിയേറ്റ് അതേഴ്സ്. അതായത് നമ്മൾ ചെയ്ത ജോലിക്ക് അപ്രിസിയേഷൻ കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ പോലും നമ്മളത് സന്തോഷത്തോടെ ചെയ്തു തീർക്കും. ഏതൊരു വ്യക്തി ചെയ്യുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യത്തിനാണെങ്കിൽ പോലും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഇന്നു മുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഗുഡ് ജോബ് എന്നൊരു സിമ്പിൾ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഹോണസ്റ്റായിട്ട് സിൻസിയറായിട്ട് നിങ്ങൾ ഇന്നു മുതൽ എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാനും നിങ്ങൾക്കായിട്ട് ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ തയ്യാറാവുകയുള്ളൂ. ഒരാൾ തൻ്റെ കഴിവ് കണ്ട് നല്ല 2 വാക്ക് പറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു ഡിവോഴ്സ് ചെയ്ത ദമ്പതിമാരിൽ നടത്തിയ ഒരു പഠനമുണ്ട്. അതിലെ ഭർത്താക്കന്മാർ ഒരിക്കൽ പോലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഭാര്യമാർ പറയുന്നു. പക്ഷേ കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു കുറവുമില്ല. ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് നിങ്ങളുടെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി റൂൾ നമ്പർ 5, ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. നിങ്ങളിപ്പോൾ ആരെയെങ്കിലും പുതുതായിട്ട് ഇന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ സ്വയം പുകഴ്ത്തി, എനിക്കെല്ലാം അറിയാം, ഞാനതൊക്കെ പണ്ടേ ചെയ്തതാ, ഞാൻ കൈവെക്കാത്ത ഏരിയ ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് പകരം അവർ പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക. എല്ലാവരും അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ തന്നെയാണ് ഹീറോ. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അറിയണം നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നത്. അവർ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിച്ചതാണ്, എനിക്കതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുമോ? ഇങ്ങനെ ജെനുവിനായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക. ഇനി റൂൾ നമ്പർ 6, ബി എ ഗുഡ് ലിസണർ, എൻകറേജ് അതേഴ്സ് ടോക്ക് അബൌട്ട് ദംസെൽഫ്. സുഹൃത്തെ, ഇന്ന് മുതൽ നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും 25% മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. 75% നന്നായിട്ട് ലിസൺ ചെയ്യുക. കൂടുതൽ ആളുകളും മറ്റുള്ളവരുടെ സ്റ്റോറി കേൾക്കാൻ വലിയ താല്പര്യമൊന്നും കാണില്ല. എന്നാലും അവർക്ക് വേണ്ടത് അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള നല്ല ഒരു ലിസണറെയാണ്. അവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുക, അത്രയേ ഉള്ളൂ. സത്യത്തിൽ നല്ലൊരു കോൺവെർസേഷണലിസ്റ്റ് ആകാനുള്ള സൂത്രം ഇതാണ്. അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ കൊടുക്കുന്ന വലിയ കോംപ്ലിമെൻ്റ് ഇത് മാത്രമാണ് കേട്ടോ. അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ
നിങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയർ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ 2 വർഷം കൊണ്ട് ലഭിക്കേണ്ട സുഹൃത്തുക്കളെ 2 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇനി റൂൾ നമ്പർ 7, ടോക്ക് ഇൻ ടേംസ് ഓഫ് അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. അതായത് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സൂത്രം എന്ന് പറയുന്നത് അവർക്ക് ഏത് വിഷയത്തിലാണോ ഇൻട്രസ്റ്റ് ആ വിഷയത്തിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. എല്ലാ ലീഡേഴ്സും ഇന്ന് ലോകത്ത് പയറ്റി തെളിയിച്ച് വിജയിച്ച ഒരു തന്ത്രമാണിത്. ലീഡേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്കിഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചല്ല ആദ്യം സംസാരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങും. പതിയെ പതിയെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. നമ്മൾ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ പോയിന്റുകൾ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇനി റൂൾ നമ്പർ 8, റിമെമ്പർ ദാറ്റ് എ പേഴ്സൺസ് നെയിം ഈസ് ടു ദാറ്റ് പേഴ്സൺ ദ സ്വീറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൗണ്ട് ഇൻ എനി ലാംഗ്വേജ്. അതായത് പേരുകൾ നിങ്ങൾ മറക്കാതിരുന്നാൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു വ്യക്തിക്ക് ഈ ഭൂമുഖത്ത് ഏറ്റവും മധുരമേറിയ സ്വരം എന്ന് പറയുന്നത് ആളുടെ സ്വന്തം പേര് തന്നെയാണ്. മധുരമായിട്ട് നിങ്ങൾ പേര് ചൊല്ലി വിളിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തിയോട് അവന് അദൃശ്യമായ ഒരു ആത്മബന്ധം അനുഭവപ്പെടുന്നു. നിങ്ങൾ ഇന്നു മുതൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അവരുടെ പേരുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലും മറക്കാതിരിക്കുക ആ പേരുകൾ. ഇനി റൂൾ നമ്പർ 9, ഷോ റെസ്പെക്ട് ഫോർ അതർ പേഴ്സൺസ് ഒപ്പീനിയൻ, നെവർ സേ യു ആർ റോങ്. ഇന്നു മുതൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു അഭിപ്രായങ്ങൾ അവർ പറയുമ്പോൾ അവരുടെ മുഖത്തടിച്ച പോലെ നോ പറയാതിരിക്കുക. അവരുടെ അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക. ഈ ലോകത്ത് മനുഷ്യരിൽ ഭൂരിഭാഗവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ഇമോഷൻ അനുസരിച്ചാണ്. ലോജിക്കൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറച്ചു പേര് മാത്രമാണ്. അവർക്ക് ആ കാര്യം ചെയ്യുന്നത് അവരുടെ ഈഗോക്ക് വേണ്ടിയും അവരുടെ പ്രൈഡിന് വേണ്ടിയും മാത്രമാണ്. അപ്പോൾ നമ്മൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ അത് അവരെ ഇമോഷണലി ബാധിക്കും. റൂൾ നമ്പർ 10, ലെറ്റ് അതർ പേഴ്സൺ ഫീൽ ദാറ്റ് ദ ഐഡിയ ഈസ് ഹിസ് ഓർ ഹെർ. അതായത് ആരെങ്കിലും ഒരു നല്ല ആശയം പറഞ്ഞ് അത് വിജയിച്ചു കഴിഞ്ഞാൽ അത് താനാണ് ആദ്യം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ് ഒന്നും അടിച്ചു മാറ്റരുത്. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നു മുതൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ആശയം പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കുക. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നോക്കാം. റൂൾ നമ്പർ 1, ഡോണ്ട് ക്രിട്ടിസൈസ്, ഇറ്റ്സ് ഡേഞ്ചറസ്. റൂൾ നമ്പർ 2, ആൾവേസ് കീപ് യുവർ സ്മൈൽ. റൂൾ നമ്പർ 3, അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ക്വിക്ക്ലി. Rule number 4, sincerely appreciate others. Rule number 5, be genuinely interested in other people. Rule number 6, be a good listener. Encourage others to talk about themselves. Rule number 7, talk in terms of other person's interest. Rule number 8, remember their name. Rule number 9, show respect for other person's opinion. Never say you are wrong. Rule number 10, let other person feel that the idea is his or her. സുഹൃത്തെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇന്ന് തന്നെ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. സുഹൃത്തെ, നമുക്കിന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ഇത് ഡോക്ടർ ജോൺ മെഡിന. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 30 വർഷമാണ് നമുക്കായിട്ട് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി മാത്രം ചെലവഴിച്ചത്. പുസ്തകത്തിൻ്റെ പേര് ബ്രെയിൻ റൂൾസ്. ഈ പുസ്തകം നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ 12 നിയമങ്ങളാണ്, റൂളുകളാണ്. ഈ ലളിതമായ 12 റൂൾസുകൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റായി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ
നിങ്ങളുടെ ബ്രെയിൻ്റെ ഇപ്പോഴുള്ള പെർഫോമൻസിൽ നിന്നും 34% ബെറ്റർ പെർഫോമൻസിലോട്ട് മാറ്റാനും വളരെ എളുപ്പത്തിൽ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും പഠനം, നിങ്ങളുടെ വർക്ക് ലൈഫ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, ബിസിനസ് ലൈഫ് ഇവയെല്ലാം കൂടുതൽ മെച്ചപ്പെടാനും ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് മാറി ഒരു ബെറ്റർ വെർഷനാക്കി മാറ്റാനും നിങ്ങളെ സഹായിക്കും. വരൂ, നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമുക്കിനി ബ്രെയിൻ്റെ 12 റൂൾസുകൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പഠിക്കാം, മനസ്സിലാക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. റൂൾ നമ്പർ 1, എക്സസൈസ് ബൂസ്റ്റ് ബ്രെയിൻ പവർ. ഇന്നിപ്പോൾ പലർക്കും ഇഷ്ടം തൻ്റെ മൊബൈലിൽ കുറേ സമയം ഒരിടത്ത് തന്നെ ആരുടെ ശല്യവും ഇല്ലാതെ ഇരിക്കാനാണ്. കുട്ടികളാണെങ്കിൽ പോലും മുതിർന്നവരാണെങ്കിൽ പോലും എത്ര സമയം വേണമെങ്കിലും വെറുതെ ഇരിക്കാൻ റെഡിയാണ്. ഇനി ജോലിക്കാരാണെങ്കിലോ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യാനാണ് പലർക്കും താല്പര്യം. പല ആളുകൾക്കും ഫിസിക്കൽ ആക്ടിവിറ്റികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഈ ലോകത്ത് മനുഷ്യൻ പിറവിയെടുത്തത് മുതൽ മനുഷ്യൻ്റെ ഒരു പ്രകൃതമുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. വർഷങ്ങൾക്ക് മുന്നേ വരണ്ട കാലാവസ്ഥകൾ വരുമ്പോൾ ഫുഡ് തേടി അല്ലെങ്കിൽ ഇര തേടിയിട്ട് മനുഷ്യന് ഒരു ദിവസം 12 മൈലുകൾ വരെ മിനിമം നടന്നാണ് ഭക്ഷണം തേടി കണ്ടുപിടിച്ചിരുന്നത്. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിന് ആക്റ്റീവായിട്ട് അതിൻ്റെ യഥാർത്ഥ ഫങ്ഷനൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ബോഡി മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെമ്മറി, കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇവയെല്ലാം ഓരോന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവരേക്കാൾ ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ മറ്റുള്ളവരേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, സൈക്ലിംഗ് പോലെയുള്ള ബോഡി മൂവ്മെൻറ്റുള്ള എക്സസൈസായിട്ട് ഒരു ദിവസം 30 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ ലോങ് ടേം മെമ്മറി ഇമ്പ്രൂവ് ആക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. നിങ്ങൾ ബോഡി മൂവ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ, ബ്ലഡ് ഫ്ലോ വളരെ നന്നായിട്ട് കിട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ ബ്രെയിന് കൂടുതൽ പവർഫുള്ളായിട്ട് മാറുന്നു. ഇനി റൂൾ നമ്പർ 2, അവർ ബ്രെയിൻ ഹാസ് ഇവോൾവ്ഡ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഓൺലി ദ സ്ട്രോങ്ങസ്റ്റ് മൈൻഡ് വിൽ സർവൈവ്, നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ബോഡീസ്. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത് അവൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ പവറാണ്. ഈ സ്ട്രോങ്ങസ്റ്റ് ബ്രെയിൻ പവറാണ് നമ്മെ ഈ ലോകത്ത് സർവൈവലിന് നമ്മെ സഹായിക്കുന്നത്. കൂടെയുള്ള ആളുകളുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യുക, അതായത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോവുക. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ ഗോളുകളും വളരെ നിഷ്പ്രയാസം നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ നിങ്ങളെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. റൂൾ നമ്പർ 3, എവരി ബ്രെയിൻ വയേർഡ് ഡിഫറൻ്റ്ലി. നമ്മൾ കുട്ടിക്കാലത്ത് ബ്രെയിനെ കുറിച്ച് പഠിച്ചൊരു കാര്യമാണ് എല്ലാവരുടെയും ബ്രെയിന് ഒരേപോലെയാണ്. എല്ലാ ബ്രെയിൻ്റെയും സ്ട്രക്ചർ പാർട്സ് ഒരുപോലെ ഇരുന്നാലും ഓരോ ബ്രെയിൻ്റെയും വയറിങ്സ് വ്യത്യസ്തമായിരിക്കും. ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ബ്രെയിനിൻ്റെ വയറിങ് വ്യത്യസ്തമായിരിക്കും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, മെമ്മറി മൂലമാണ് ഇതെല്ലാം ക്രിയേറ്റ് ആകുന്നത്. ഒരു റിസർച്ചിൽ നടന്ന രസകരമായ ഒരു സ്റ്റഡി ഇങ്ങനെയാണ്. ലോകപ്രശസ്തരായ 4 ആളുകളുടെ ഫോട്ടോസ് ഒരു വ്യക്തിക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ വ്യക്തിയുടെ ബ്രെയിൻ ആക്ടിവിറ്റി നോട്ടീസ് ചെയ്തു. ഓരോ വ്യക്തിയുടെ ഫോട്ടോ കാണിക്കുമ്പോഴും ഓരോ പർട്ടിക്കുലർ ന്യൂറോൺ ആക്ടിവേറ്റ് ആകുന്നു. എപ്പോഴൊക്കെ ആ സെയിം ഫോട്ടോ വീണ്ടും കാണിക്കുമ്പോൾ അതേ ന്യൂറോൺ തന്നെ വീണ്ടും ആക്റ്റീവ് ആകുന്നു. ഇതിൽ നിന്ന് പഠനം വ്യക്തമാക്കുന്നത് വ്യത്യസ്തരായ വ്യക്തികൾ ഒരേ വിഷയത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ബ്രെയിനിലെ വയറിങ്സ് വ്യത്യസ്തമായിരിക്കും. റൂൾ നമ്പർ 4, വി ഡോണ്ട് പേ അറ്റൻഷൻ ടു ബോറിംഗ് തിങ്സ്. ഡോക്ടർ ജോൺ മെഡിനെ നടത്തിയ റിസർച്ച് പ്രകാരം നമ്മുടെ ബ്രെയിനിന് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മൾട്ടി ടാസ്ക് പോലെയുള്ള കാര്യത്തിൽ നമ്മുടെ ബ്രെയിന് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തിയോട് ഫോണിൽ സംസാരിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ
രണ്ട് കാര്യത്തിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നോ രണ്ടോ കാര്യം നിങ്ങൾ വിട്ടുപോകും. ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ആ കാര്യത്തിൽ ഇമോഷണലി ട്രിഗർ ആകുക എന്നതാണ്. റൂൾ നമ്പർ 5, റിപ്പീറ്റ് ടു റിമെമ്പർ. നമ്മൾ പുതിയൊരു കാര്യം, അത് ഏത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ അത് 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ 99% നമ്മൾ അറിയാതെ മറന്നുപോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഏതൊരു കാര്യവും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് 2 തരത്തിലുള്ള എൻകോഡിങ് നടക്കുന്നുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക് എൻകോഡിങ്, 2 എഫേർട്ട്ഫുൾ എൻകോഡിങ്. ഈ ഓട്ടോമാറ്റിക് എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, ഇതെല്ലാം ഇമോഷണലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആകും. എന്നാൽ ഒരു പാസ്വേഡ് ഓർത്ത് വയ്ക്കുന്നതും ഒരു പുതിയ ഇംഗ്ലീഷ് വാക്ക് പഠിക്കുന്നതൊക്കെ കുറച്ച് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അത് വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൃത്യമായ ഇടവേളകളിൽ മനഃപൂർവ്വമായിട്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പഴയ പോലെ തന്നെ ഓർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. റൂൾ നമ്പർ 6, മ്യൂസിക് ക്യാൻ മേക്ക് അവർ ബ്രെയിൻ സ്മാർട്ടർ. സംഗീതം നമ്മൾ കേൾക്കുന്നതും അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ സ്മാർട്ടാക്കി മാറ്റും. ഒരു മ്യൂസിഷ്യനിൽ നടത്തിയ പഠനപ്രകാരം നമ്മൾ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണോ കേൾക്കുന്നത് അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ശാന്തമായിട്ട് കുറച്ച് സമയം മ്യൂസിക് കേൾക്കുന്നത് നിങ്ങളുടെ മെമ്മറി സ്കിൽ കൂടുതൽ ഷാർപ്പാക്കാൻ സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്സ്, റീഡിംഗ് സ്കിൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് ഇതെല്ലാം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. റൂൾ നമ്പർ 7, സ്ലീപ്പ് വെൽ, തിങ്ക് വെൽ. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ചിന്തകൾക്ക് പുതുമ കൈവരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുകയാണ്. നിങ്ങളുടെ ജോലി സമ്മർദ്ദവും ക്ഷീണവും ഒക്കെയുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ മികച്ച ഒരു നല്ല ഉറക്കം ലഭിച്ചാൽ അതിനെ ആശ്വാസഭരിതമാക്കി തീർത്തുകൊണ്ട് പുതിയ ദിനത്തെ ഉന്മേഷപൂർവ്വം വരവേൽക്കാൻ നിങ്ങളെ സഹായിക്കും. റൂൾ നമ്പർ 8, സ്ട്രെസ്ഡ് ബ്രെയിൻ ഡോണ്ട് ലേൺ ഇൻ ദ സെയിം വേ. സാധാരണയായിട്ട് നമ്മുടെ ബ്രെയിന് ഒരു 30 സെക്കൻഡ് മാത്രമാണ് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിൽ കൂടുതൽ സമയം സ്ട്രെസ്സായിട്ട് നിങ്ങൾ ഇരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളെപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനിടയാകും. അതോടൊപ്പം തന്നെ ലോങ് ടേം ആയിട്ട് സ്ട്രെസ്ഫുള്ളായി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫങ്ഷൻ നടക്കാതെ വന്ന് നിങ്ങൾ നോർമലായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഉദാഹരണത്തിന് നിങ്ങളൊരു എക്സാം എഴുതുമ്പോൾ കൂടുതൽ സ്ട്രെസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ നന്നായി പഠിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം മറന്നുപോകുന്നു. റൂൾ നമ്പർ 9, ആക്ടിവേറ്റ് അവർ സെൻസറി ഓർഗൻസ്. ഈ ഒരു വിഷയത്തിൽ ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സെൻസറി ഓർഗൻസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും ലോങ് ടേം ആയിട്ട് ഓർക്കാനും നമ്മെ സഹായിക്കും. ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തും. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോഡി സ്പ്രേ അല്ലെങ്കിൽ ഡിയോഡ്രൻറ്റ് എവിടെ നിന്നെങ്കിലും നിങ്ങൾ സ്മെല്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ മുഖം ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ ഒരു പോപ്കോൺ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്ററും സിനിമയും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന റൂമിൽ ഒരു സെൻസ് ഓഫ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതേ സ്മെല്ല് എപ്പോഴൊക്കെ എവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചാലും നിങ്ങൾക്ക് പഠനത്തോടുള്ള കൂടുതൽ ഇഷ്ടവും പഠിക്കാനുള്ള താല്പര്യമൊക്കെ കൂട്ടാൻ സാധിക്കും. റൂൾ നമ്പർ 10, വിഷൻ ട്രംപ് ഓൾ ദി സെൻസസ്. നമ്മളൊരു വിഷയത്തെ വിഷ്വലായിട്ട് കണ്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്കത് റീകളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ സാധിക്കും. ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഒരു സിനിമ കാണുന്നത് പോലെ വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ വലിയ പുസ്തകത്തിലെ ഒരു പേജ് നമ്പർ പറഞ്ഞാൽ പോലും അതിലെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. റൂൾ നമ്പർ 11, മെയിൽ ആൻഡ് ഫീമെയിൽ ബ്രെയിൻസ് ആർ ഡിഫറെൻറ്റ്. ഇത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് റിസർച്ചേഴ്സ് ഒരു ഹൊറർ മൂവി മെയിൽ ആൻഡ് ഫീമെയിൽസിനെ കാണിച്ചു. രസകരമായ വസ്തുത, പുരുഷൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ മാത്രമാണ് ആക്ടിവേറ്റ് ആയത്,
ലെഫ്റ്റ് ഹെമിസ്ഫിയർ നോർമൽ ആയിരുന്നു. എന്നാൽ സ്ത്രീയിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ മാത്രമാണ് ആക്ടിവേറ്റ് ആയത്, അത് റൈറ്റ് ഹെമിസ്ഫിയർ നോർമൽ ആയിരുന്നു. ഇതിൽ നിന്ന് റിസർച്ച് മനസ്സിലാക്കിയത് ഒരു മെയിൽ ആൻഡ് ഫീമെയിലിന് പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നതും ഒരു സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നതും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. അതുപോലെ തന്നെ ഫീമെയിലിനാണ് മെയിലിനേക്കാളും കൂടുതൽ ഡിപ്രസ്ഡ് ആകുന്നത് എന്നും കണ്ടെത്തി. റൂൾ നമ്പർ 12, വി ആർ പവർഫുൾ നാച്ചുറൽ എക്സ്പ്ലോറേഴ്സ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ക്യൂരിയസ് ആയിട്ടുള്ളൊരു ബ്രെയിനാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കും. ഒരു ചെറിയ കുട്ടിയുടെ തുടരെയുള്ള ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ബ്രെയിനിൻ്റെ ക്യൂരിയോസിറ്റി എത്രത്തോളം ഉണ്ട് എന്നത്. ഒരു വിഷയം പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. അതായത് പഠിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ചോദിക്കുക, തുടരെ മിസ്റ്റേക്കുകൾ വരുത്തുക, അത് ഓവർകം ചെയ്യുക, എന്നിട്ട് മുന്നേറുക. ഇതാണ് ബെസ്റ്റ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച 12 റൂൾസുകളും വളരെ പെട്ടെന്ന് നോക്കാം. നമ്പർ 1, എക്സസൈസ് ഇൻക്രീസസ് ബ്രെയിൻ പവർ. നമ്പർ 2, അവർ ബ്രെയിൻ ഹാസ് ഇവോൾവ്ഡ്. നമ്പർ 3, എവരി ബ്രെയിൻ വയർഡ് ഡിഫറെൻ്റ്ലി. നമ്പർ 4, വി ഡോണ്ട് പേ അറ്റൻഷൻ ടു ബോറിംഗ് തിങ്സ്. നമ്പർ 5, റിപ്പീറ്റ് ടു റിമെമ്പർ. നമ്പർ 6, മ്യൂസിക് ക്യാൻ മേക്ക് അവർ ബ്രെയിൻ സ്മാർട്ടർ. 7, സ്ലീപ്പ് വെൽ, തിങ്ക് വെൽ. 8, സ്ട്രെസ് തിങ്ക് ഡാമേജ്ഡ് അവർ ബ്രെയിൻ ആക്ടിവിറ്റി. നമ്പർ 9, ആക്ടിവേറ്റ് അവർ സെൻസറി ഓർഗൻസ്. Number 10, vision from all the senses. 11, male and female brains are different. Number 12, we are powerful natural explorers. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. സുഹൃത്തെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകത്തിൻ്റെ പേര് ഹാൽ എൽറോഡ് എഴുതിയ ലോകപ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ദ മിറക്കിൾ മോർണിംഗ്. അതിരാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസവും 8 മണിക്ക് മുന്നേ നിങ്ങൾ ചെയ്തിരിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 6 ശീലങ്ങളാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദ 6 പ്രിൻസിപ്പിൾസ് ഓഫ് മിറക്കിൾ മോർണിംഗ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള 6 ശീലങ്ങൾ. റിച്ച് ഡാഡ് പുവർ ഡാഡ് എഴുതിയ റോബർട്ട് കിയോസാക്കി ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹാൽ എൽറോഡ് ഈസ് എ ജീനിയസ് ആൻഡ് ഹിസ് ബുക്ക് ദ മിറക്കിൾ മോർണിംഗ് ഹാസ് ബീൻ മാജിക്കൽ ഇൻ മൈ ലൈഫ്. ഹാൽ എൽറോഡ് ഒരു പ്രതിഭാശാലിയാണ്. അദ്ദേഹത്തിൻ്റെ ദ മിറക്കിൾ മോർണിംഗ് എന്ന പുസ്തകം എൻ്റെ ജീവിതത്തിൽ ഇന്ദ്രജാലങ്ങൾ തീർത്തിട്ടുണ്ട്. ചെറുതായി ആരംഭിച്ച് ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു പുസ്തകം. ദ മിറക്കിൾ മോർണിംഗ് എന്ന അമൂല്യ പുസ്തകത്തിൻ്റെ മലയാളം പതിപ്പ് വിസ്മയപ്പുലരി എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ആമസോണിലൂടെ നിങ്ങൾക്ക് ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ സുവർണ താളുകളിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം. ഹാൽ എൽറോഡ് ഈ 6 ശീലങ്ങളെ ചുരുക്കി SAVERS, സേവേഴ്സ് എന്ന് ചുരുക്കി വിളിച്ചു. ഓരോ അക്ഷരവും അർത്ഥമാക്കുന്നത് എന്താണ്? ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച, ഓരോ പുലരിയെയും അത്യധികം ഉന്മേഷത്തോടുകൂടി, ഉത്സാഹത്തോടെ, ഏകാഗ്രതയോടുകൂടി വരവേൽക്കാൻ അവരെ പ്രാപ്തമാക്കിയ 6 ശീലങ്ങളും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സേവേഴ്സിലെ 1ാമത്തെ ശീലമായിട്ടുള്ള S സൂചിപ്പിക്കുന്നത് സൈലൻസ് അഥവാ നിശബ്ദത. നിങ്ങൾ ഇന്നു മുതൽ ഓരോ ദിവസവും 5 മിനിറ്റ് ഇതിനായിട്ട് മാറ്റിവെക്കുക. അതായത് ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് 5 മിനിറ്റിൽ കുറയാത്ത പർപ്പസ്ഫുൾ സൈലൻസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. പൊതുവെ ആളുകളിൽ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ സൈലൻറ്റ് മോഡ് ആക്റ്റീവ് ആക്കുന്നതിന് പകരം തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഓൺലൈൻ മോഡ് ആക്റ്റീവ് ആക്കുകയും ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും സ്വന്തം തലയിൽ വയ്ക്കുകയുമാണ് ചെയ്യാറ്. എന്നാൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് അതിരാവിലെ എഴുന്നേറ്റ് അവരുടെ 5 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രയർ
ഡീപ്പ് ബ്രീത്തിങ്ങിനായിട്ട് അവർ സമയം മാറ്റിവെക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ ആദ്യത്തെ 5 മിനിറ്റ് സൈലൻസ് അഥവാ നിശബ്ദത ഫോളോ ചെയ്യുക. ഇനി സേവേഴ്സിലെ രണ്ടാമത്തെ ശീലമായിട്ടുള്ള എ സൂചിപ്പിക്കുന്നത് അഫർമേഷൻ. അതായത് നിങ്ങൾ നിരന്തരം ഉരുവിടേണ്ട അല്ലെങ്കിൽ പറയേണ്ട പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് അഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു തോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും തവണ അത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ഊർജമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു കാര്യം അത് സബ് കോൺഷ്യസ് മൈൻഡ് റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, ഐ ആം കോൺഫിഡൻറ്റ്. ഒരു അഫർമേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളത് പറയുമ്പോൾ ആ ഒരു ഫീല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ 3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ തിരഞ്ഞെടുക്കുന്ന ഈ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്? മൂന്നാമതായിട്ട് ഈ ലക്ഷ്യമാണോ എനിക്ക് യഥാർത്ഥത്തിൽ അച്ചീവ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയ ശേഷം അതിനായിട്ടുള്ള ഒരു അഫർമേഷൻ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക, വീണ്ടും വീണ്ടും ഉരുവിടുക. ഇനി സേവേഴ്സിലെ മൂന്നാമത്തെ ശീലമായ വിഷ്വലൈസേഷൻ. ഇതിനായിട്ടും നിങ്ങൾ 5 മിനിറ്റ് മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിച്ചതായിട്ട് കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുക. അത് ലഭിച്ചതിന് നന്ദി പറയുക, അത് ഫീൽ ചെയ്യുക. നന്ദി പറയലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. നന്ദി പറയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. നന്ദി പറയലാണ് ഭാഗ്യം നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴി. ഇവിടെ നന്ദി പറയുക എന്ന് ഉദ്ദേശിക്കുന്നത് ആ നന്ദിയുടെ അല്ലെങ്കിൽ ആ ഫീൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു വീടാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ജനിച്ചത് മുതൽ ഇതുവരെ താമസിച്ച എല്ലാ വീടുകൾക്കും വളരെ ആഴത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന വീട് ലഭിച്ചതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന വീട് ലഭിച്ചതായിട്ട് അത് സ്വന്തമായതായിട്ട് മനസ്സിൽ കാണുക. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം. വീടിൻ്റെ മുറ്റവും കർട്ടനും ഓരോ മുറിയും കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നതും എല്ലാം ഇപ്പോൾ നടക്കുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുക. ഈ സൗകര്യം ലഭിച്ചതിന് ശേഷം അങ്ങേയറ്റം ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. ഇനി വിവാഹം കഴിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇന്ന് വരെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ ബന്ധുക്കൾക്കും നിങ്ങൾ നന്ദി പറയുക. വിവാഹം നടക്കുന്നതും സുഖമായി താമസിക്കുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണുക, അനുഭവിക്കുക. ഇത്രയും സൗകര്യങ്ങൾ നല്ല ഭാര്യയെ അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ ലഭിച്ചതിന് നന്ദി പറയുക, അനുഭവിക്കുക. ആ ഒരു ഫീൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് വിഷ്വലൈസേഷൻ. ഇനി സേവേഴ്സിലെ നാലാമത്തെ ശീലമായ ഈ സൂചിപ്പിക്കുന്നത് എക്സസൈസ്. ഇതിനായിട്ട് അതിരാവിലെ 20 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക. നമുക്കറിയാം, ജീവിത വിജയത്തിന് ആരോഗ്യമുള്ള മനസ്സ് അത്യാവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ആരോഗ്യമുള്ള ശരീരത്തിന് എക്സസൈസ് അഥവാ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. നിങ്ങൾ ഇന്നു മുതൽ അതിരാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 20 മിനിറ്റ് മാറ്റിവെക്കുക. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ വളരെ നല്ലതാണ്. ഒരു ദിവസം മുഴുവൻ നമ്മുടെ എനർജി ഇങ്ങനെ ഹൈ ആയിരിക്കാൻ ഇത് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ എനർജി 10 മടങ്ങ് വർദ്ധിക്കാൻ അതിരാവിലെയുള്ള എക്സസൈസ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി സേവേഴ്സിലെ 5ാമത്തെ ശീലമായ 6 സൂചിപ്പിക്കുന്നത് റീഡിങ്. ഇതിനായിട്ട് നിങ്ങൾ 20 മിനിറ്റ് അതിരാവിലെ മാറ്റിവെക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഒട്ടുമിക്ക പുസ്തകങ്ങളുടെയും സമ്മറി വളരെ ലളിതമായ രീതിയിൽ ഈ ചാനലിലൂടെ ഓരോ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ നിങ്ങളെ ഒരു പരിധി വരെ അത് സഹായിക്കും. ഇനി സേവേഴ്സിലെ 6ാമത്തെ സ്റ്റെപ്പായ എസ് സൂചിപ്പിക്കുന്നത് സ്ക്രൈബിംഗ്. ഇതിനായിട്ട് 5 മിനിറ്റാണ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ്, അതായത് എഴുതുക. ഒരു പേനയും ഒരു പേപ്പറും എടുത്ത് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എഴുതി വയ്ക്കുന്ന ഒരു പ്രോസസ്സ്.
നമ്മുടെ ഓരോ ഗോളുകളും നിങ്ങൾ നിരന്തരം എഴുതി വയ്ക്കുമ്പോൾ അത് നേടിയെടുക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ നമ്മെ പഠിപ്പിക്കുന്നത് വാട്ട് എവർ യു ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നിങ്ങൾ ഓരോ ദിവസവും ഗോളുകൾ എഴുതി വയ്ക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം എഴുതി വെച്ച കാര്യങ്ങൾ, എത്ര കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അത് വിലയിരുത്തുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒറ്റ കുതിപ്പിന് കയറാൻ സാധിക്കുന്നത് സൂപ്പർമാന് മാത്രമേ കഴിയൂ. പക്ഷേ നമ്മളാരും സൂപ്പർമാൻ അല്ല. പതിയെ കയറിയാൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലെത്താൻ നമുക്കും കഴിയും. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ സേവേഴ്സ് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻ, വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ, ഇ എക്സസൈസ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്, എസ് ഫോർ സ്ക്രൈബിംഗ്. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഹാൽ എൽറോഡ് എഴുതിയ ദ മിറക്കിൾ മോർണിംഗ്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ലഭ്യമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രയാൻ ട്രേസി എഴുതിയ ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഏതുമായിക്കോട്ടെ, ചെറുതോ വലുതോ ആയിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അത് നേടിയെടുക്കാനുള്ള 12 തന്ത്രങ്ങൾ ബ്രയാൻ ട്രേസി ഈ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓരോ വഴികളും ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ എഴുതിയെടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സ്റ്റെപ്പ് നമ്പർ 1, ഹാവ് എ ഡിസയർ. വാട്ട് ഡു യു റിയലി വാണ്ട്? അതായത് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക. ശരിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹം സൃഷ്ടിക്കുക എന്നതാണ്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം. തീവ്രമായ ജ്വലിക്കുന്നതായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കണം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് തീർത്തും വ്യക്തിപരവും നിങ്ങൾക്ക് വേണ്ടതുമായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർ നിങ്ങൾക്കായിട്ട് തീരുമാനിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിങ്ങളെ ഒരിക്കലും ആവേശം കൊള്ളിക്കില്ല. ഇനി ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് ഹൃദയത്തിൽ കൈവച്ച് ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2, എന്താണ് ശരിക്കും എനിക്ക് വേണ്ടത്? നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 3, വ്യക്തിപരമായിട്ട് എന്ത് ലഭിച്ചാലാണ് നിങ്ങൾ കൂടുതൽ ആവേശം കൊള്ളുന്നതും ഉത്സാഹിയാകുന്നതും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക, എഴുതി വയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ബിലീവ് ദാറ്റ് യുവർ ഗോൾ ഈസ് അച്ചീവബിൾ. അതായത് നിങ്ങളുടെ ലക്ഷ്യം നേടാനാകുമെന്ന് വിശ്വസിക്കുക. ഗോൾ സെറ്റ് ചെയ്യുന്നതിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. അതായത് വിശ്വാസം ഉണ്ടായിരിക്കുക. അത് ദൃഢമായിരിക്കണം. ആ വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യം പരിപൂർണമായും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും നിങ്ങൾക്കതിനുള്ള പൂർണ്ണമായിട്ടുള്ള കഴിവുണ്ടെന്ന് ആഴത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിനുള്ളിൽ ആ വിശ്വാസം ഉണ്ടായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുകയുള്ളൂ.
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ നേട്ടം ഉണ്ടാക്കിയവരെല്ലാം സ്വന്തം കഴിവുകളിൽ വലിയ വിശ്വാസമുള്ളവരായിരുന്നു. അവർ ഉന്നമിട്ട ലക്ഷ്യങ്ങൾ 100% നിറവേറ്റാനാകുമെന്ന് അവർക്ക് അതിതീവ്രമായിട്ട് അവർ വിശ്വസിച്ചു. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ആ ലക്ഷ്യം നിങ്ങൾക്ക് വളരെ വളരെ വേണ്ടതാണെങ്കിൽ ദിവസം ചെല്ലുന്തോറും അതിനു വേണ്ടിയിട്ട് അതിതീവ്രമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് തീഷ്ണത ഏറുന്തോറും ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടുള്ള തീവ്രമായ ആവേശം വന്നു നിറയും. നിങ്ങൾക്കതിന് പറ്റുമെന്ന് മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിലും ബോധ്യം വരും. നമ്മൾ കേട്ടിട്ടുണ്ട്, എ ജേണി ഓഫ് 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. അതായത് 1000 മൈൽ നീളുന്ന ഒരു യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ കാൽവെപ്പിലാണ് എന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. സ്റ്റെപ്പ് നമ്പർ 3, റൈറ്റ് യുവർ ഗോൾ ഡൗൺ. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. ഗോൾ സെറ്റിങ്ങിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. അതായത് നിങ്ങളുടെ ലക്ഷ്യം എഴുതി വയ്ക്കുക. നിങ്ങൾ എഴുതി തയ്യാറാക്കാത്ത ലക്ഷ്യങ്ങൾ ഒരു ലക്ഷ്യം എന്ന് പറയാനാകില്ല. വലിയ വിജയങ്ങൾ നേടിയവരെല്ലാവരും അവരുടെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ നിശ്ചിത സമയമെടുത്ത് ഓരോ ലക്ഷ്യങ്ങളും നിങ്ങൾ വിലയിരുത്തണം. ഇനി സ്റ്റെപ്പ് നമ്പർ 4, ഡിറ്റർമിൻ യുവർ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതായത് തുടക്കം തീരുമാനിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴുള്ള നിങ്ങളുടെ വെയിറ്റ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് അനലൈസ് ചെയ്തിരിക്കണം. ഇതാണ് ഡിറ്റർമിൻ യുവർ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, തുടക്കം തീരുമാനിക്കുക. സ്റ്റെപ്പ് നമ്പർ 5, ഡിറ്റർമിൻ വൈ യു വാണ്ട് ഇറ്റ്. അതായത് എന്തുകൊണ്ട് നിങ്ങൾക്കിത് വേണമെന്ന് തീരുമാനിക്കുക. ഒരു പ്രത്യേക ലക്ഷ്യം എന്തുകൊണ്ടാണ് ആദ്യഘട്ടമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് ആലോചിക്കണം. ആ ലക്ഷ്യം നേടുമ്പോൾ നിങ്ങൾക്ക് കൈവരുന്ന വ്യക്തിഗത നേട്ടങ്ങളുടെ ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് കൂടുതൽ കാരണങ്ങളുണ്ടെങ്കിൽ അത്രയും തീക്ഷ്ണമായിരിക്കും അത് നേടാനുള്ള നിങ്ങളുടെ ആഗ്രഹവും. സ്റ്റെപ്പ് നമ്പർ 6, സെറ്റ് എ ഡെഡ് ലൈൻ. അതായത് സമയപരിധി തീരുമാനിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എത്ര കാലയളവിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കുമെന്ന് തീരുമാനിക്കുന്നതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ഉദാഹരണത്തിന് ഒരു ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്നതിന് നിശ്ചിത സമയം ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ ബോർഡിംഗ് കാർഡിൽ പറഞ്ഞ കൃത്യമായിട്ടുള്ള സമയത്ത് പറന്നാലും ഇല്ലെങ്കിലും അതിനൊരു നിശ്ചിത സമയം അവർ മുന്നേ കൂട്ടി തന്നെ തീരുമാനിച്ചിരിക്കും. നിങ്ങളുടേത് വമ്പൻ ലക്ഷ്യമാണെങ്കിൽ അതിന് പല ചെറിയ ലക്ഷ്യങ്ങളായിട്ട് നിങ്ങൾ വിഭജിക്കുക. അതായത് ഒരു വർഷത്തിൽ ഇത്രയും നേട്ടം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ, ഒരു ദിവസത്തിൽ, അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഓരോ ദിവസത്തേക്കും മണിക്കൂറിലേക്കും ചുരുക്കി നോക്കൂ. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടും. സ്റ്റെപ്പ് നമ്പർ 7, ഐഡൻറ്റിഫൈ ദ ഓബ്സ്റ്റക്കിൾസ് ഇൻ യുവർ വേ. അതായത് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിനുമിടയിലെ തടസ്സം എന്താണെന്ന് തീരുമാനിക്കുന്നതാണ് 7ാമത്തെ സ്റ്റെപ്പ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിയാതിരുന്നത്? എന്താണ് നിങ്ങളുടെ മുന്നിലെ തടസ്സം? എന്താണ് നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തടസ്സങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുക. സ്റ്റെപ്പ് നമ്പർ 8, ഡിറ്റർമിൻ ദ അഡീഷണൽ നോളേജ് ആൻഡ് സ്കിൽ യു നീഡ്. അതായത് എന്തെല്ലാം അധിക കഴിവുകളും അറിവുകളും ഞാൻ സ്വായത്തമാക്കണം. ലക്ഷ്യം കാണാനായിട്ട് ഇനി എന്തെല്ലാം അധിക കഴിവുകളും അറിവുകളും വിവരങ്ങളും നേടണമെന്ന് തീരുമാനിക്കലാണ് 8ാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ ഇതുവരെ നേടാത്ത കാര്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇതുവരെ ആയിത്തീരാത്ത ആളായിട്ട് മാറേണ്ടി വരും. ഇപ്പോഴത്തെ നേട്ടങ്ങളിൽ നിന്ന് കൂടുതൽ ഉയരണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇല്ലാതിരുന്ന കൂടുതൽ അറിവുകളും കഴിവുകളും നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം. സ്റ്റെപ്പ് നമ്പർ 9,
ഡിറ്റർമിൻ ദ പീപ്പിൾ ഹൂസ് ഹെൽപ്പ് യു വിൽ നീഡ്, അതായത് ആരുടെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക. ലക്ഷ്യം നേടാൻ ആരുടെയൊക്കെ സഹായം തേടണം, ആരോടൊക്കെ സഹകരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നതാണ് 9ാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ കുടുംബത്തിൽ നിന്നും, ബോസിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നും അതിന് തുടക്കമിടുക. ബന്ധങ്ങളാണ് എല്ലാം. എന്ത് കാര്യം നേടണമെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സഹായം ആവശ്യമായിട്ട് വരും. എത്ര കൂടുതൽ മികച്ച ബന്ധങ്ങൾ എത്രയും വേഗം ഉണ്ടാക്കുന്നുവോ അത്രയും വേഗം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് നേടും. സ്റ്റെപ്പ് നമ്പർ 10, മേക്ക് എ പ്ലാൻ, പുട്ട് ഇറ്റ് ഓൾ ടുഗദർ. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കുക, എല്ലാം ഒത്തിണക്കുക. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കലാണ് 10ാമത്തെ സ്റ്റെപ്പ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ടൂർ പോകുമ്പോൾ, ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുന്നത് പോലെ തന്നെയാണിത്. എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ എടുക്കേണ്ടത്, പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അവിടെ ചെന്നിറങ്ങിയാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 11, വിഷ്വലൈസ് യുവർ ഗോൾ കണ്ടിന്യൂലി. അതായത് തുടർച്ചയായി ലക്ഷ്യം നിങ്ങൾ ഭാവനയിൽ കാണുക. നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം പൂർത്തിയായെന്ന മട്ടിൽ ഓരോ ദിവസവും അത് ഭാവനയിൽ കാണുക. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കുക. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി, സന്തോഷം, അഭിമാനം എന്നിവ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ്, നെവർ ഗിവ് അപ്പ്. അതായത് ഒരിക്കലും കൈവെടിയരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും പരാജയം സമ്മതിക്കില്ലെന്ന് ആദ്യമേ നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുക. എന്തു വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്യം കാണുന്നതുവരെ കഠിനമായ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കും എന്ന് തീരുമാനിക്കുക. ലക്ഷ്യം സെറ്റ് ചെയ്ത് വലിയ തടസ്സങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഈ തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ബ്രയാൻ ട്രേസി എഴുതിയ ഗോൾ അഥവാ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ലഭ്യമാണ്. ഇത് സ്വന്തമാക്കാനും വായിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ അമൂല്യ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിക്കാറില്ലേ? നിങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാറില്ലേ? ആ സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവന് അല്ലെങ്കിൽ അവൾക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ അറിയില്ല, അവൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും ശരിയല്ല. അല്ലെങ്കിൽ പറയും, നിൻ്റെ ഈ ബാഡ് ആറ്റിറ്റ്യൂഡൊന്ന് ചേഞ്ച് ചെയ്തുകൂടെ എന്ന് മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു കളയും. പക്ഷേ അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മോശമായ ആറ്റിറ്റ്യൂഡ് മാറ്റി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാകാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെ മാറ്റാമെന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള ലളിതമായ 8 വഴികളുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പുകളുണ്ട്. അത് പഠിക്കാനായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട മനോഹരമായ പുസ്തകമാണ് ശിവ് ഖേര എഴുതിയിട്ടുള്ള യു ക്യാൻ വിൻ, നിങ്ങൾക്കും വിജയിക്കാം എന്ന അമൂല്യ പുസ്തകം. ഈ പുസ്തകം എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലും ലഭ്യമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഈ അമൂല്യ പുസ്തകം ഇന്ന് തന്നെ സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള 8 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ചേഞ്ച് ഫോക്കസ്, ലുക്ക് ഫോർ ദ പോസിറ്റീവ്. അതായത് നിങ്ങൾ ഇന്ന് മുതൽ നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചില ആളുകളുണ്ട്, എപ്പോഴും ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ജന്മനാ ഉള്ള സ്വഭാവ വൈകല്യമായിട്ട് നമുക്ക് കണക്കാക്കാം. വിമർശനം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഒരു തൊഴിലായിട്ട് സ്വീകരിച്ച ഇവർ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്വന്തം പ്രശ്നങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പഴിക്കുന്ന ഇവരെ എനർജി സക്കേഴ്സ് എന്നാണ് ശിവ് ഖേര വിളിക്കുന്നത്. നിങ്ങൾ ഇന്നു മുതൽ എപ്പോഴും ബി ആൻ ഓപ്റ്റിമിസ്റ്റിക്, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. സംസാരിക്കുമ്പോൾ എപ്പോഴും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: ഹെൽത്ത്, ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി.
മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരോടും ആരോഗ്യത്തെപ്പറ്റിയും സന്തോഷത്തെപ്പറ്റിയും ഐശ്വര്യത്തെപ്പറ്റിയും സംസാരിക്കുക. എങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസിയാകാം? നിങ്ങൾ ഈ 6 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നമ്പർ 1, ഏറ്റവും നല്ലത് മാത്രം ചിന്തിക്കുക. നമ്പർ 2, ഏറ്റവും നല്ലത് പ്രവർത്തിക്കുക. നമ്പർ 3, ഏറ്റവും നല്ലത് മാത്രം പ്രതീക്ഷിക്കുക. നമ്പർ 4, നമ്മുടെ വിജയത്തിൽ എന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തിലും നിങ്ങൾ ഇന്നു മുതൽ ആവേശം കൊള്ളുക. നമ്പർ 5, കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ ഓർത്ത് വിഷമിക്കാതെ ഭാവിയിലെ മഹത്തായ നേട്ടങ്ങളെ ഓർത്ത് പ്രവർത്തിക്കുക. നമ്പർ 6, മായാത്ത പുഞ്ചിരി നിങ്ങളുടെ മുഖമുദ്രയായിരിക്കട്ടെ. ഇനി സ്റ്റെപ്പ് നമ്പർ 2, മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. അതായത് ഉടനെ പ്രവർത്തിക്കുക. നിങ്ങൾ ഇന്ന് മുതൽ ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. യഥാർത്ഥ ജീവിത വിജയി ഒരിക്കലും കാര്യങ്ങൾ നീട്ടിവെക്കുന്നില്ല. കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഉടനെ തന്നെ പ്രവർത്തിക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 3, ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ജീവിതത്തിൽ എപ്പോഴും കൃതജ്ഞതാ മനോഭാവം വളർത്തുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ എപ്പോഴും വിലമതിക്കുക. പ്രശ്നങ്ങളെ ഓർത്ത് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് വ്യാകുലപ്പെടാതിരിക്കുക. ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയുമ്പോൾ നമ്മൾ ഉള്ളതിനെ നാം മറക്കുന്നു. നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് ഓരോ ദിവസവും എഴുതി വയ്ക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 4, ബിൽഡ് ഹൈ സെൽഫ് എസ്റ്റീം. അതായത് ആത്മാഭിമാനം വളർത്തുക. നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള നമുക്കുള്ള ബോധമാണ് ആത്മാഭിമാനം വളർത്തുന്നത്. അതായത് നമ്മുടെ മനസ്സ് ശുഭകരമായ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വീട്ടിലെയും ജോലിസ്ഥലത്തെയും ബന്ധങ്ങൾ ഓരോന്നായിട്ട് മെച്ചപ്പെടും. നമ്മുടെ ജീവിതം തന്നെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ആത്മാഭിമാനം വളർത്താൻ കഴിയുക? അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു വിധത്തിലും നമുക്ക് തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നിസ്വാർത്ഥമായ ഒരു സേവനം ചെയ്താൽ നമുക്ക് സ്വയം മതിപ്പ് തോന്നുകയും നമ്മുടെ ആത്മാഭിമാനം വളർത്തുകയും ചെയ്യാൻ സാധിക്കുമെന്ന് ശിവകേര ഈ പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി സ്റ്റെപ്പ് നമ്പർ 5, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് സംതിങ് പോസിറ്റീവ്. അതായത് നിങ്ങൾ ഒരു ദിവസം ആരംഭിക്കേണ്ടത് ശുഭകരമായ പ്രവൃത്തികളോടെ ഒരു ദിവസം ആരംഭിക്കുക. അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിൽ 1-2 പേജ് വായിക്കുക. അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് തോട്ട്സ് കേട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഉറക്കമുണർന്ന ആ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ശാന്തവും എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോക്കി നിങ്ങളുടെ അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയരുത്. ഇനി സ്റ്റെപ്പ് നമ്പർ 6, സ്റ്റേ എവേ ഫ്രം ദ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. അതായത് ജീവിതത്തിൽ ദുസ്വാധീനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും പലതരത്തിലുള്ള ആളുകളെയാണ് ഡീൽ ചെയ്യുന്നത്. ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്നവരുമായിട്ടുള്ള നിങ്ങളുടെ സമ്പർക്കം നിങ്ങളെ നേട്ടത്തിലേക്ക് നയിക്കുന്നു. തത്വചിന്തകരുമായിട്ടുള്ള നിങ്ങളുടെ സ്വാധീനം നമ്മളെയും ചിലപ്പോൾ തത്വചിന്തകരാക്കാം. ദാനശീലമുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം നമ്മളെയും ദാനശീലരാക്കും. എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകിക്കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെയാകും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഒരാളുടെ സ്വഭാവം വിലയിരുത്തുന്നത് അയാളുടെ സമ്പർക്കം ആരെല്ലാമായിട്ട് എന്നത് നോക്കി മാത്രമല്ല, അയാൾ ആരുടെയെല്ലാം സമ്പർക്കം ഒഴിവാക്കുന്നു എന്നുകൂടി കണക്കാക്കിക്കൊണ്ടാണ്. സ്റ്റെപ്പ് നമ്പർ 7, ലേൺ ടു ലൈക്ക് ദ തിങ്സ് ദാറ്റ് നീഡ് ടു ബി ഡൺ. അതായത് ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പഠിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി അതെന്തായിക്കോട്ടെ, ആ ജോലിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. കുട്ടികളെ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ക്ലേശകരമായ കാര്യമാണെന്ന് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവരുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കർത്തവ്യമാണ്.
നാം ചെയ്യേണ്ട ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടാൻ സാധിച്ചാൽ അത് എത്ര അസാധ്യമായാലും നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. മനോഹരമായ ഒരു വാചകമുണ്ട്: സ്റ്റാർട്ട് ബൈ ഡൂയിങ് വാട്ട് ഈസ് നെസസറി, ദെൻ വാട്ട് ഈസ് പോസിബിൾ, ആൻഡ് സഡൻലി യു ആർ ഡൂയിങ് ദ ഇമ്പോസിബിൾ. ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്തു തുടങ്ങുക, പിന്നെ പതിയെ പതിയെ സാധിക്കുന്നത് ചെയ്യുക. അതിനുശേഷം അസാധ്യമെന്ന് തോന്നിയതാകും നിങ്ങളപ്പോൾ ചെയ്യുന്നുണ്ടാകുക. സ്റ്റെപ്പ് നമ്പർ 8: ഗെറ്റ് ഇൻ ടു എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത്, ആരാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള വിദ്യാസമ്പന്നർ? നമുക്ക് തോന്നും ഒരുപാട് പഠിച്ച ആളുകൾ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും യഥാർത്ഥത്തിലുള്ള വിദ്യാസമ്പന്നർ. പക്ഷേ ദൈനംദിന ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം നേരിടുന്നവരും സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തി ഉചിതമായിട്ട് പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ വിവേകത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് യഥാർത്ഥ ജീവിതത്തിലെ വിദ്യാസമ്പന്നർ. വിദ്യാഭ്യാസ യോഗ്യതയല്ല അത്. ജ്ഞാനവും നന്മയും തിന്മയും സദാചാരവും ദുരാചാരവും തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവാണ് മനുഷ്യരെ വിദ്യാസമ്പന്നരാക്കുന്നത്. സുഹൃത്തെ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1: ചേഞ്ച് ഫോക്കസ്, ലുക്ക് ഫോർ ദ പോസിറ്റീവ്. സ്റ്റെപ്പ് നമ്പർ 2: മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. സ്റ്റെപ്പ് നമ്പർ 3: ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സ്റ്റെപ്പ് നമ്പർ 4: ബിൽഡ് എ ഹൈ സെൽഫ് എസ്റ്റീം. സ്റ്റെപ്പ് നമ്പർ 5: സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് സംതിങ് പോസിറ്റീവ്. സ്റ്റെപ്പ് നമ്പർ 6: സ്റ്റേ away ഫ്രം ദ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. Step number 7: learn to like the things that need to be done. Last point, step number 8: get into a continuous education program. സുഹൃത്തെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ശിവ് ഖേര എഴുതിയിട്ടുള്ള യു ക്യാൻ വിൻ. ഇതിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് മാത്രമല്ല പറയുന്നത്, സക്സസ്, മോട്ടിവേഷൻ, സെൽഫ് എസ്റ്റീം, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, പോസിറ്റീവ് പേഴ്സണാലിറ്റി, സബ് കോൺഷ്യസ് മൈൻഡ്, ഗോൾ സെറ്റിംഗ്, വാല്യൂസ് ആൻഡ് വിഷൻ, അങ്ങനെ തുടങ്ങി 13 അധ്യായങ്ങളിൽ ഒരുപാട് കഥകളിലൂടെയാണ് ഈ പുസ്തകം കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒരുപോലെ വായിക്കാവുന്ന രീതിയിലാണ് ശിവ് ഖേര ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇത് എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലും ഈ പുസ്തകം ലഭ്യമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ആമസോണിലൂടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ്, തിരൂർ. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതകാലം അത്രയും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു മനോഹരമായ വാചകമുണ്ട്. മൈക്രോസോഫ്റ്റ് ഫൗണ്ടറും ചെയർമാനുമായ ബിൽ ഗേറ്റ്സ് പറഞ്ഞ ഈ വാക്കുകൾ: ഇഫ് യു ആർ ബോൺ പുവർ, ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇഫ് യു ഡൈ പുവർ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ജനിക്കുമ്പോൾ നിങ്ങൾ പാവപ്പെട്ടവനായി ജനിച്ചു എങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല. എന്നാൽ നിങ്ങൾ മരിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് മാത്രമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇത് വെറുതെ വായിച്ചു തീർക്കേണ്ട ഒരു സാധാരണ പുസ്തകമല്ല. ഇത് ഒരു പാഠപുസ്തകമാണ്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കേണ്ടതായ ഒരു പുസ്തകം. സുഹൃത്തെ, നിങ്ങൾ ഇതുവരെ ഈ അമൂല്യ പുസ്തകം വായിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ വായിച്ചു തുടങ്ങുക. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ലഭ്യമാണ്. വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ആമസോണിലൂടെ ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ പുസ്തകം നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും 7 മൂല്യവത്തായ ആശയങ്ങളാണ്, അഥവാ 7 സാമ്പത്തിക പാഠങ്ങളാണ്. ഇത് നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, 7 ആശയങ്ങളും മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഈ അമൂല്യ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ബിക്കം റിച്ച് ആൻഡ് അറ്റൈൻ ഫിനാൻഷ്യൽ ഫ്രീഡം?
ജീവിതത്തിൽ റിച്ച് ആകുന്നതിനും ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം എന്താണ്? റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് 2 അച്ഛന്മാരുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കേണ്ട, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഫാദർ, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള മൈക്കിൻ്റെ ഫാദർ. പണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കാര്യത്തിൽ ഈ 2 ഫാദേഴ്സും 2 തരത്തിലുള്ള ചിന്താഗതിക്കാരായിരുന്നു. റോബർട്ട് കിയോസാക്കിയുടെ സ്വന്തം ഫാദർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, PhD ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരുദം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറാണ്. എന്നാൽ മൈക്കിൻ്റെ ഫാദറോ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. 8ാം ക്ലാസ് ഫെയിൽഡാണ്. സ്കൂൾ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. ഈ 2 ഫാദേഴ്സിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് തൻ്റെ ഫാദറിന് നല്ല ഡിഗ്രിയും നല്ല ജോലിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ മൈക്കിൻ്റെ ഫാദർ സ്കൂളിൽ പോകാതെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളാണ്. പക്ഷേ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നു, കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. കുറേ കഴിഞ്ഞ് മൈക്കിൻ്റെ ഫാദർ ആ സിറ്റിയിലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാളായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? റോബർട്ട് കിയോസാക്കി ഈ 2 ചിന്താഗതി മനസ്സിലാക്കലായിരുന്നു ആദ്യം ചെയ്തത്. അതിനായിട്ട് അദ്ദേഹം അവരെ ആഴത്തിൽ പഠിച്ചു. അതാണ് ഈ ഒരു പുസ്തകം. റിച്ച് ഡാഡും പുവർ ഡാഡും പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളായിട്ട് നമുക്ക് നോക്കാം. ലെസൺ നമ്പർ 1. കിയോസാക്കിയുടെ ഫാദർ എപ്പോഴും പറയായിരുന്നു, മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഇവിൾസ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പണമാണ്. നമ്മൾ പലപ്പോഴും നാട്ടിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, അതായത് പണമാണ് പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണക്കാരൻ. അതുകൊണ്ട് പണത്തിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പായരുത് എന്ന് പുവർ ഡാഡ്സ് നമ്മെ ഉപദേശിക്കും. എന്നാൽ റിച്ച് ഡാഡോ അദ്ദേഹം പറയുന്നു, നോട്ട് ഹാവിങ് ഇനഫ് മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഇവിൾസ്. അതായത് ഇന്ന് പണമില്ലാത്തതാണ് ലോകത്തിൻ്റെ പ്രശ്നം. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ പണമില്ലായ്മയിൽ നിന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് പഠിപ്പിക്കുന്ന ലെസൺ നമ്പർ 2. പുവർ ഡാഡ് എപ്പോഴും പറയായിരുന്നു, വി കാൺട്ട് അഫോർഡ് ഇറ്റ്. നമുക്കിഷ്ടപ്പെട്ട ഒരു സാധനത്തെ നോക്കിയിട്ട് പറയും, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, വില കൂടിയതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, അതൊക്കെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റിച്ച് ഡാഡ് പഠിപ്പിക്കുന്നത് അതല്ല, ഹൗ വി ക്യാൻ അഫോർഡ് ഇറ്റ്. ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ കുറിച്ച് ചോദിച്ചാൽ പറയും, എന്താണ് അതിൻ്റെ വില എന്ന് ചോദിക്കും. എന്നിട്ട് ആ സാധനം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് നോക്കും. ആവശ്യമുള്ളതാണെങ്കിൽ അതിൻ്റെ വില എത്ര തന്നെ ആണെങ്കിലും ആ വസ്തു വാങ്ങുന്നതിനുള്ള പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കും. റിച്ച് ഡാഡിൻ്റെ അഭിപ്രായത്തിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യത്തെ നോക്കി എനിക്ക് വാങ്ങാൻ കഴിയില്ല ഇതൊന്നും എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഏറ്റെടുത്ത് നിങ്ങളുടെ റിയാലിറ്റി ആക്കി മാറ്റിക്കളയും. റിച്ച് ഡാഡ് പുവർ ഡാഡ് പഠിപ്പിക്കുന്ന ലെസൺ നമ്പർ 3. പുവർ ഡാഡ് എപ്പോഴും പറയായിരുന്നു, അവോയ്ഡ് റിസ്ക്. നീ ജീവിതത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കരുത്, റിസ്കിൽ നിന്ന് മാറി നിൽക്കുക. റിസ്ക് ഇനി എങ്ങാനും വരികയാണെങ്കിൽ അത് ഒഴിവാക്കി സേഫായിട്ട് ഒരിടത്തേക്ക് മാറി നിൽക്കുക. എന്നാൽ റിച്ച് ഡാഡിൻ്റെ അഭിപ്രായത്തിൽ ലേൺ ടു മാനേജ് റിസ്ക്. ജീവിതത്തിൽ എപ്പോഴും റിസ്ക് ഉണ്ടാകും. റിസ്ക് എടുക്കുന്നവൻ മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. റിസ്ക് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ തരണം ചെയ്യാമെന്ന് പഠിക്കുക. തരണം ചെയ്യാതെ അതിൽ നിന്നും ഒരിക്കലും നിങ്ങൾ പേടിച്ച് ഓടി മാറി നിൽക്കരുത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് പഠിപ്പിക്കുന്ന ലെസൺ നമ്പർ 4. പുവർ ഡാഡ് പറയുകയാണ്, ഗോ ടു സ്കൂൾ, ഗെറ്റ് എ ഡിഗ്രി, ഗെറ്റ് എ ജോബ്, ഗെറ്റ് സെറ്റിൽഡ്. നീ നല്ല രീതിയിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുക്കണം, എന്നാലാണ് നിനക്ക് നല്ല ഒരു ജോലി കിട്ടുകയുള്ളൂ. നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രമാണ് നിനക്ക് നല്ല ഒരു സാലറി കിട്ടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിനക്ക് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത്, ഗെറ്റ് എഡ്യൂക്കേഷൻ, ലേൺ ടു മാനേജ് മണി. നീ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതോടൊപ്പം തന്നെ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് കൂടി അറിഞ്ഞിരിക്കണം. പതിയെ പതിയെ ലോക വിവരങ്ങളൊക്കെ പഠിച്ച ശേഷം സ്വന്തമായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ആലോചിക്കുക. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നതിനെ പറ്റി ആഴത്തിൽ ചിന്തിക്കുക.
സ്വന്തമായിട്ട് ഫിനാൻഷ്യലി വളരുന്നതിനെക്കുറിച്ച് നീ ആഴത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി റിച്ച് ഡാഡ് പഠിപ്പിക്കുന്ന ലെസൺ നമ്പർ 5. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതല്ല ഇമ്പോർട്ടൻ്റ്, ആ പണത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. പണത്തെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഒരു ലോങ് ടേമിൽ എങ്ങനെ നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാം എന്ന് റിച്ച് ഡാഡ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി. റിച്ച് ഡാഡ് പഠിപ്പിക്കുന്ന ലെസൺ നമ്പർ 6, അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്. അസറ്റ് എന്ന് പറയുന്നത് പുട്ട് മണി ഇൻ ടു യുവർ അക്കൗണ്ട്. എക്സാമ്പിൾ, റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്സ്, ബിസിനസ്. അതായത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്ന ഒരു സാധനം, നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണമായി വരുന്ന ഒരു സാധനം. ഇനി ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് മണി എവേ ഫ്രം യുവർ പോക്കറ്റ്. എക്സാമ്പിൾ, ലോൺസ്, ക്രെഡിറ്റ് കാർഡ്, എക്സെട്ര. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങളുടെ പണത്തെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു കാര്യത്തെയാണ് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലയബിലിറ്റി എന്താണ്, അസറ്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ, ഈ ഒരു ഫ്ലോയിൽ പുവർ ക്ലാസ്സിലും മിഡിൽ ക്ലാസ്, റിച്ച് പീപ്പിൾ എങ്ങനെയാണ് അസറ്റ്, ലയബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ലെസൺ നമ്പർ 7. റിച്ച് ഡാഡ് 3 സെഗ്മെൻ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ ക്യാഷ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് മാനേജ് ചെയ്യേണ്ടത് എന്ന് വളരെ ലളിതമായിട്ട് പഠിക്കാം. ഇത് ഒരു പുവർ മാൻ്റെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്യാഷ് ഫ്ലോ ആണ്. അവൻ്റെ ജീവിതത്തിൽ അവന് ഇൻകമായിട്ട് ക്യാഷ് വരുന്നുണ്ട്. അത് ചെറിയൊരു ജോലി ചെയ്ത് കിട്ടുന്ന അവൻ്റെ ഒരു സമ്പാദ്യമായിരിക്കാം. പക്ഷേ അവൻ എത്രയാണോ ഇൻകം കിട്ടുന്നത്, ആ കിട്ടുന്ന ക്യാഷ് മുഴുവനും ഒരു എക്സ്പെൻസായിട്ട് ഇതിലൂടെ പതിയെ പുറത്തോട്ട് പോകുന്നു. അത് ടാക്സ് ആയിട്ടും റെൻ്റായിട്ടോ ഫുഡായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആയിട്ടോ അതിലൂടെ തന്നെ പുറത്തു പോകുന്നു. ഇങ്ങനെയുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇൻകം കിട്ടുകയാണെങ്കിലും അത് എക്സ്പെൻസ് ആയിട്ട് പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. ജീവിതകാലം മുഴുവനും പാവപ്പെട്ടവനായിട്ടിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും സ്റ്റേബിൾ ആകില്ല. നിങ്ങളുടെ ഇൻകം എത്ര കൂടുകയാണെങ്കിലും ഇതിലൂടെ എക്സ്പെൻസ് ആയിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളുടെ ലൈഫിലുള്ള ക്യാഷ് ഫ്ലോ ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു ചാർട്ടിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവരുടെ ലൈഫിലും ഇൻകം കോളത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എക്സ്പെൻസ് കോളത്തിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട്. സാലറി ആയോ ബിസിനസ്സായോ വരുന്ന ഇൻകം, ആ ഇൻകം ലയബിലിറ്റിയിലൂടെ കയറി എക്സ്പെൻസിലൂടെ പോകുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഈ വ്യക്തി മിഡിൽ ക്ലാസ്സിലൊരു വ്യക്തിയാണ്, കുറച്ച് പൈസയൊക്കെ കയ്യിൽ വന്നു, കുറച്ച് സാലറിയൊക്കെ കൂടി, അതോടൊപ്പം തന്നെ എക്സ്പെൻസ് ആയിട്ട് വെഹിക്കിൾ ലോൺ എടുത്തു, ഹൗസിംഗ് ലോൺ എടുത്തു, അതോടൊപ്പം പൈസയൊക്കെ വന്നപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു. ഇൻകം എല്ലാം അതിലൂടെ പോകുന്നു. ഇനി റിച്ച് മാൻ്റെ ക്യാഷ് ഫ്ലോ നോക്കാം. ഈ ഒരു ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും റിച്ച് ആകാൻ കഴിയും. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അസറ്റ് കോളത്തിൽ കുറേ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആഡായി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിനും ഇൻകം കിട്ടുന്നുണ്ട്. നാച്ചുറലി അയാൾക്കും ജീവിതത്തിൽ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും, അതിലേക്കും ചിലവാക്കി. ഇയാൾക്കും ലയബിലിറ്റീസ് ഉണ്ടാകും. ഇയാളും ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ ലോണുകളോ മറ്റോ ഉണ്ടാകും, അതിലേക്കും അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എക്സ്പെൻസ് ആൻഡ് ലയബിലിറ്റീസിനെ കുറച്ച് വെച്ചുകൊണ്ട് സ്വന്തം ഇൻകത്തിൻ്റെ ഒരു വലിയ ശതമാനത്തെ തുടക്കത്തിലെ അദ്ദേഹം അസറ്റിലേക്ക് ചിലവാക്കി തുടങ്ങി. അങ്ങനെ അസറ്റ് പതിയെ പതിയെ ബിൽഡ് ചെയ്തു തുടങ്ങി. ഇങ്ങനെ അസറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞാൽ അസറ്റ് കോളത്തിൽ നിന്നും ഇദ്ദേഹത്തിന് ഇൻകം ജനറേറ്റ് ചെയ്തു തുടങ്ങും. അങ്ങനെ അയാളുടെ ഇൻകം കൂടാൻ തുടങ്ങും. നേരത്തെ പുറത്തുനിന്ന് മാത്രമായിരുന്നു ഇൻകം കിട്ടിയിരുന്നത്, ഇപ്പോൾ അസറ്റ് കോളത്തിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ നാളുകൾ കൂടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അസറ്റ് കോളം ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അയാളുടെ എക്സ്പെൻസ് ആൻഡ് ലയബിലിറ്റീസിനേക്കാളും കൂടുതലായിട്ട് വരും.
അതായത് പുറത്തുനിന്ന് ഒരു ഇൻകം ഇല്ല എങ്കിൽ പോലും അസറ്റ് കോളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇൻകം ജനറേറ്റ് ആകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകും. ഇതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വിളിക്കുന്നത്. സുഹൃത്തെ, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 7 ആശയങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. വായിക്കുക, പഠിക്കുക, ആഴത്തിൽ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ.